നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സ്വന്തം വാക്കുകളുടെയോ പ്രവൃത്തികളുടെയോ പേരിൽ ഭരണാധികാരികൾ വല്ലാതെ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ സ്വന്തം ജീവനു നേരെ ഭീഷണിയുണ്ടെന്ന പ്രചാരണം നടത്തുക എത്രയെങ്കിലും തവണ ലോകത്തെ പല പ്രധാനപ്പെട്ട നേതാക്കളും പരീക്ഷിച്ച തന്ത്രമാണിത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധഭീഷണി ഉണ്ടെന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും ഇത് അത്തരത്തിലുള്ളതാണോ എന്നുള്ള സംശയവും കൂടി ഉയരുന്നുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഇറാനികളിൽ ചിലർ ട്രംപിനെ വധിക്കുമെന്ന മുദ്രാവാക്യം വിളിക്കുകയും പ്ലക്കാർഡുകൾ ഉയർത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഖമനയെ വധിക്കാൻ കൂട്ടുനിന്ന നിരന്തരം ഇറാനുമേൽ തീമഴ പെയ്യിക്കുന്ന ട്രംപിനെതിരായ കടുത്ത വികാരം ഇറാനിലെ സാധാരണ മനുഷ്യർക്ക് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ ഒരു വൈകാരിക പ്രകടനത്തിനപ്പുറം ഇറാൻ നേതാക്കളോ സൈന്യമോ ഇങ്ങനെ ഒരു ലക്ഷ്യം എവിടെയും പറഞ്ഞിട്ടില്ല. എന്തിന് ഖമനയുടെ സംസ്കാര ചടങ്ങിനെ കുറിച്ച് അവിടെ എല്ലാ നേതാക്കളും എത്തുമല്ലോ, ഒറ്റ വെടിക്ക് വേണമെങ്കിൽ എല്ലാവരെയും തീർക്കാം. പക്ഷേ പിന്നീട് ഇറാനുമായി ചർച്ച നടത്താൻ ആരും കാണില്ലല്ലോ എന്നോർത്താണ് താനത് ചെയ്യാത്തത് എന്നൊക്കെ ട്രംപ് വിടുവായിത്തം പറയുമ്പോൾ പോലും അതേ നാണയത്തിൽ തിരിച്ചു പറയാൻ പോലും ഇറാൻ ഭരണാധികാരികളാരും തയ്യാറായിട്ടില്ല. പക്ഷേ ഇസ്രയേൽ രഹസ്യവിവര ഏജൻസി പറയുന്നത് ഇറാന് അങ്ങനെ ഒരു പദ്ധതിയുണ്ട്, അവർ ട്രംപിനെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. എന്തായാലും അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി തിരിച്ച ട്രംപിന് ആദ്യം നിശ്ചയിച്ച വിമാനം മാറിയാണ് കയറിയത്. മടക്കയാത്രയിലും UK മിൽഡൻ ഹാൾ വ്യോമത്താവളത്തിൽ നിന്ന് വിമാനം മാറിയാണ് ട്രംപ് മടങ്ങിപ്പോകുന്നത്. ഇറാന്റെ കൊലയാളികളുടെ പട്ടികയിൽ താൻ 1ാം സ്ഥാനത്താണെന്നാണ് ട്രംപ് സ്വയം അവകാശപ്പെടുന്നതും. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ട്രംപിനെതിരായ വധഭീഷണി ശരിക്കുള്ളതോ ഇസ്രയേലിൻ്റെയും ട്രംപിൻ്റെയും തന്ത്രമോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായിരുന്നത് മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപ് പറയുന്ന അദ്ദേഹത്തിന് നേരെ ഇറാന്റെ വധഭീഷണി ഉണ്ടെന്നാണ്. ഇസ്രായേലാണ് അങ്ങനെ ഒരു വിവരം ട്രംപിന് കൊടുത്തത്. ശരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ വധഭീഷണി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അതോ ഈ പരാജയപ്പെടുന്ന ഘട്ടത്തിലൊക്കെ തനിക്ക് വധഭീഷണി ഉണ്ട് എന്ന് പറയുന്നത് ചില പ്രധാന നേതാക്കളുടെയൊക്കെ, അല്ലെങ്കിൽ രാജ്യത്തിന് നേരെ ആക്രമണം നടക്കുന്നു എന്നൊക്കെ പറയുന്ന ചില നേതാക്കളുടെ തന്ത്രമാണ്? അതിനെ തന്ത്രമായി കാണണം? ശ്രീ മഹിയുടെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്ന് ശ്രീ കുഞ്ഞഹമ്മദാണ്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് പറയാതെ ഈ ട്രംപ് ചെയ്ത പണികൾ അറിയില്ലേ? വെനസ്വലം പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും. നമസ്കാരം സാർ. നമസ്കാരം, കേൾക്കാം, താങ്കൾ പറഞ്ഞോളൂ കുഞ്ഞഹമ്മദ്. വെനസ്വലം പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും രാത്രി 2 മണിക്ക് അവരുടെ വീട്ടിൽ ചെന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോയ ചരിത്ര ട്രംപിനുള്ളത്. താങ്കൾ പറഞ്ഞോളൂ. എന്തായാലും അദ്ദേഹത്തിന്റെ ടെലിഫോൺ കൊണ്ടുപോയി. ശരി, ശ്രീ ശരത്താണ് ബാലരാമപുരത്തു നിന്നും. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപ് അദ്ദേഹത്തിന് നേരെ വധഭീഷണി ഉണ്ടെന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ഇറാൻ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാകുമോ, അതോ ഈ ആകെ പ്രതിരോധത്തിൽ നിൽക്കുന്ന ട്രംപ് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ ഒരു തന്ത്രം ഇറക്കിയതാവുമോ? എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹം ചെയ്യുന്ന യുദ്ധത്തിന്റെ രീതി വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വധഭീഷണി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നുണ്ട്. പിന്നെ വധഭീഷണിയൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനുവേണ്ടിയുള്ള എല്ലാ സുരക്ഷയും ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഒരു ഏകാധിപതിയായിട്ട് ഇരുന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി ഇഷ്ടപ്പെടാത്ത പല രാജ്യങ്ങളും ഇദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തുകയും ഇദ്ദേഹത്തിനെതിരെ വധഭീഷണി മുഴക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്ന് കരുതി അത് ഇപ്പൊ എന്ത് കാര്യം പറഞ്ഞാലും പണ്ടൊരു ചൊല്ലുണ്ട്, നാണം കെട്ടവന്റെ മൂട്ടിൽ ഒരു ആല് വന്നാൽ തണലാക്കും എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോ ഈ പറയുന്ന കാര്യം ചിലപ്പോൾ ഉള്ളതാണോ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അതും ഒരു വ്യാജമായിരിക്കില്ലേ ചിലപ്പോഴും. അത്തരം സംശയങ്ങൾ തന്നെയാണ് പല ആളുകളും ഇപ്പോൾ ഉയർത്തുന്നത്. ശ്രീ ശരത്ത്, ഇത് ശരിയാണോ ശരിയല്ലയോ എന്നുള്ള സംശയങ്ങൾ തന്നെയാണ് ഉയർത്തുന്നത്. എന്തായാലും ട്രംപ് അദ്ദേഹത്തിൻ്റെ നാറ്റോ ഉച്ചകോടിക്കുള്ള യാത്രയിലും മടക്കയാത്രയിലും എല്ലാം
എയർഫോഴ്സ് 1 വിമാനവും നേരത്തെ അദ്ദേഹത്തിനുണ്ടായിരുന്ന വിമാനവും എല്ലാം മാറി ആണ് മുൻകൂട്ടി നിശ്ചയിച്ച വിമാനം മാറി മറ്റു വിമാനത്തിൽ കയറുക എന്നുള്ളതാണ്. അദ്ദേഹത്തോട് ഇത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ വിമാനം മാറിക്കയറിയത് ഭയന്നാണ് എന്ന് പറയുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് ഇറാൻ വധിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ നേതാവ് താനാണ്, തനിക്ക് അങ്ങനെ വധഭീഷണി ഉണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. കണ്ണനാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ കണ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ശരിക്കും ഇറാൻ ഇങ്ങനെ ഈ ട്രംപിനെ കൊല്ലാനുള്ള വല്ല പദ്ധതി ഉണ്ടോ, അതോ ട്രംപ് ഇപ്പോൾ ആകെ അടിപതറി നിൽക്കുകയാണ്, അവിടെ രക്ഷപ്പെടാൻ വേണ്ടി ഒരു തന്ത്രം ഇറക്കിയതാണോ ഇത്? നമസ്തേ സാർ. നമസ്കാരം സാറേ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കുക. അതായത് ഇപ്പം നമുക്കറിയാം, ഇപ്പം നേരത്തെ എല്ലാവരും ആയുധ കച്ചവടമായിരുന്നു. ഇപ്പം എണ്ണ കച്ചവടം, എണ്ണയ്ക്ക് മറ്റുള്ള ഗ്യാസിലൊക്കെ എങ്ങനെ വില കൂട്ടി ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുക. അല്ലാതെ ഇതില് ഇതൊന്നും എനിക്ക് തോന്നുന്നു ഇപ്പം ബില്ലാതെ തന്നെ അമേരിക്കയിൽ ഇരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ ബില്ലില്ലാതെ കൊണ്ടുവന്നത് തന്നെ അമേരിക്ക. അപ്പം അങ്ങനെയുള്ള ഒരു കള്ളക്കളിയാണ് ഇതിൽ ഒളിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന്റെ പ്രചരണം എന്നാണോ? അതെ, അതാണ്. ഇതെല്ലാം ഈ പുതിയ ലോകത്തിന്റെ ഓരോ വൈകൃതമായ മനസ്സ് ഉള്ള ആൾക്കാർ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക. ഇന്നലെ പറഞ്ഞു അദ്ദേഹം ആക്രമണം അവസാനിപ്പിക്കാണെന്ന് പറഞ്ഞു. ആക്രമണം അവസാനിപ്പിക്കാണെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇറാനിൽ ആക്രമണം നടത്തിയതൊക്കെ. അതെ സാർ, അത് തന്നെ. അതിലൊക്കെ തന്നെ നമുക്കറിയാലോ. ഇപ്പൊ ലോകത്തുള്ള എല്ലാ സാധാരണ മനുഷ്യന്മാരെയും ദുരിതത്തിലാക്കുക. പൈസ ഉള്ളവൻ വീണ്ടും സമ്പത്തുണ്ടാക്കി അങ്ങ് ജനങ്ങളുടെ ജീവന് പുല്ലുവില പോലും കൽപ്പിക്കാതെ കൊന്നൊടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക. ഇവരൊക്കെ ദൈവത്തോട് ദൈവവിശ്വാസം ഇല്ലാത്തവരാ. ശരി, ശ്രീ വിജയനാണ് കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ശരിക്കും അങ്ങനെ ഇറാനിലെ ജനതയ്ക്കും ഇറാൻ ഭരണകൂടത്തിനും ഒക്കെ ട്രംപിനോട് തീർത്താൽ തീരാത്ത ദേഷ്യം കാണുമെന്നൊക്കെ ഉറപ്പാണ്. പക്ഷെ അവർ അങ്ങനെ ഒരു ട്രംപിനെ കൊല്ലാൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുമോ, അതോ ട്രംപ് തന്നെ ബുദ്ധിപരമായി ഈ ശ്രദ്ധയൊക്കെ തിരിക്കാൻ വേണ്ടി തനിക്ക് വധഭീഷണി ഉണ്ട് എന്ന് സ്വയം പറയുന്നതായിരിക്കും? സാറേ, അതെ, നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അതായത് ഈ അടുത്ത കാലത്തായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ പല യുദ്ധങ്ങളും നമ്മുടെ ഈ ലോക രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ എല്ലാം പിന്നിൽ ഈ ട്രംപാണ്. അതിനുശേഷം അദ്ദേഹം പത്രത്തിൽ കൂടെ എല്ലാം മാധ്യമത്തിനൊരു ഇത് കൊടുത്തു, എല്ലാ രാജ്യത്തിന്റെ യുദ്ധം അവസാനിപ്പിക്കണം, ഞാൻ സമാധാനത്തിന് ശ്രമിക്കുകയാണ്, എനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കണം. അതൊരു തന്ത്രമാണ്. അതോടൊപ്പം തന്നെ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഇറാനുമായിട്ട് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാ ചോദിച്ചാൽ, യുദ്ധം തന്നെ അവസാനിപ്പിക്കാനുള്ള കരാർ ഉണ്ടാക്കുകയാണ്. അപ്പം ഈ യുദ്ധത്തിനെല്ലാം അദ്ദേഹം സപ്പോർട്ട് ചെയ്യുകയും അവസാനം അത് നിർത്തലാക്കാൻ വേണ്ടി കരാർ ഉണ്ടാക്കുകയാണ്. അപ്പം അമേരിക്ക ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടായതിനു ശേഷം അമേരിക്കയ്ക്ക് അതിന്റെ കെടുതി മനസ്സിലായപ്പോൾ അവര് സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഇതൊരു തന്ത്രമാണ് സാറേ, ഇതൊരു തന്ത്രമാണ്. കാരണം ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രസിഡന്റിന്റെയും മനസ്സുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലെ അല്ലെ നമ്മുടെ രാഷ്ട്രതലവന്മാരായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് വെറും ഒരു തന്ത്രമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഈ തന്നെ കൊല്ലാൻ ആരോ വരുന്നു, അവർ പദ്ധതി ഇട്ടിരിക്കുകയാണ് എന്നൊക്കെ ചില ഭരണാധികാരികൾ പറയുന്നത് അവർ വല്ലാതെ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ്. ചിലരാണെങ്കിൽ രാജ്യത്തിൽ ഇപ്പോൾ യുദ്ധം ഉണ്ടാക്കും, ചിലരിങ്ങനെ വധഭീഷണിയുടെ കഥ പറയും. ഇതൊക്കെ പലതും കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ ശരിയായി ആവാം, തെറ്റാവാം, നമുക്കറിയില്ല. എന്നാലും താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ട്രംപിൻ്റെ ആകെ കൂടി ഒരു രീതി വെച്ചിട്ട് അത് എത്രത്തോളം അതിൽ ശരിയുണ്ടെന്ന് തോന്നുന്നു? നമസ്കാരം. നമസ്കാരം. ഈ ട്രംപ് പറയുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ ഒക്കത്തില്ല. പിന്നെ ട്രംപിന്റെ ഭയം എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. അത് ഭയം തന്നെ കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള ഭരണകർത്താക്കൾ ഒഴികെ ബാക്കിയുള്ള ഒരു വ്യക്തികൾക്കും ട്രംപിനെ ഇഷ്ടപ്പെടത്തില്ല. ഈ പറയുന്ന എനിക്കും ഇല്ലെങ്കിൽ കിരണിനും ട്രംപിനോട് താല്പര്യമുണ്ടോ? ഇല്ല. കാരണം അത്രയ്ക്ക് നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു മനുഷ്യന് സ്വയം തോന്നിയതായിരിക്കും ഈ വധഭീഷണി. ഇറാൻ ഇതേവരെ പറഞ്ഞിട്ടില്ല ട്രംപിന്റെ വധഭീഷണി. പക്ഷെ അത് അദ്ദേഹത്തിന് സ്വയം തോന്നുന്നതാണ്.
ഇതുപോലെ സംഭവിക്കുമെന്ന്. കാരണം അത്രയ്ക്ക് ജനങ്ങൾ വെറുത്തിരിക്കുകയാണ് ഈ ഒരു ഭരണകർത്താവിനെ. ഇതിനു മുമ്പ് ആരെല്ലാം ഭരണം നടത്തി ഇതുപോലെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടോ അമേരിക്കയിൽ? ഇതിപ്പോ ആർക്കും അവിടെ ചെന്ന് അടിക്കാൻ നോക്കാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടല്ലേ ഇദ്ദേഹം കയറി ഇത്രയും വിലസുന്നത്. ഇല്ലെങ്കിൽ പറ്റുമോ? ഇല്ലെങ്കിൽ ഇങ്ങനെ എങ്ങാനും നിൽക്കാൻ നോക്കുവോ? ഈ തല കറുത്ത ഒരു കുഞ്ഞുങ്ങൾക്കും ഈ ട്രംപിനെ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ പോരാങ്കിൽ നല്ലൊരു കൂട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. ഈ നെതന്യാഹു ആണ് ഇതിനെല്ലാം കാരണക്കാരന്. ഈ ട്രംപിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതും. ലാസ്റ്റ് വരുമ്പോ എന്ത് വരും? ട്രംപ് പുറത്താവും, നെതന്യാഹു അകത്തും ആവും. ഇതാ സംഭവിക്കാൻ പോകുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് പ്രതികരിച്ചത്. ശ്രീമതി തങ്കമണിയാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീമതി തങ്കമണി, താങ്കൾ ആദ്യമായിട്ടാണോ പൊതുവേദിയിൽ വിളിക്കുന്നത്, അതോ നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. ഓക്കെ. അപ്പം ഈ വാർത്തകളൊക്കെ കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരിക്കുന്ന പ്രതീക്ഷയുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപ് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നാറ്റോ ഉച്ചകോടിക്ക് വേണ്ടി പോയപ്പോൾ ആദ്യം മാറിയ വിമാനം മാറിക്കയറി, പിന്നീട് തിരിച്ചു വരുന്ന വഴിക്ക് UK ഇറങ്ങി, അവിടുന്ന് ഒരു വിമാനം മാറിക്കയറി. ആകെ ട്രംപിന് എന്നെ വധിക്കാനായി ഇറാൻ പദ്ധതി ഇട്ടിരിക്കുകയാണ്, താനാണ് ഇറാൻ്റെ ആദ്യത്തെ ഇരയല്ല, ക്ഷമിക്കണം, ഉന്നം എന്നൊക്കെ അദ്ദേഹം പറയുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാകുമോ, അതോ ഈ രാജ്യത്ത് ഇപ്പോൾ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അതിനെ ഒരു മറികടക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരിക്കും? അല്ലല്ല, എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിലേ, പറഞ്ഞോളൂ, ധൈര്യമായി പറഞ്ഞോളൂ. എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇറാന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് കൊലപ്പെടുത്തിയത്. അപ്പൊ ട്രംപും ഇസ്രായേലും കൂട്ടുകൂടി ചെയ്ത അക്രമം. അതുകൊണ്ട് ജനങ്ങള് എന്താ വെച്ചാല് മറ്റുള്ള രാജ്യങ്ങളിലെ എല്ലാ ജനങ്ങളും കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക. ആ ഒരു കഷ്ടപ്പാട് എല്ലാ സാധാരണക്കാരായ എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ട്രംപ് എന്ന് പറയുന്ന ഇയാളെ ശരിക്കും പറഞ്ഞാൽ വധിച്ചു കളയണം. ഇയാളൊന്നും രാജ്യം ഭരിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയല്ല. ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് ദോഷം വരുത്തുന്ന ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ സാമ്പത്തികത്തിന്റെ നെറുകയിൽ കയറിയിരുന്നു കൊണ്ട് മറ്റുള്ള പാവങ്ങളെ ദ്രോഹിക്കുന്ന ഒരു വ്യക്തി. ഞാനതാ കാണുന്ന ട്രംപിനെ പറ്റിയിട്ട്. അയാളൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളുന്നതിനല്ല ശരിക്കും പറഞ്ഞ. അത്രയ്ക്കധികം ഉപദ്രവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള രാജ്യക്കാരെ കുറിച്ചെങ്കിലും ഒന്ന് ചിന്തിക്കണ്ട. അയാളുടെ രാജ്യത്തെ മാത്രം ചിന്തിച്ചാൽ പാടില്ല. എന്തോരം പേര് ഇതുകൊണ്ട് കഷ്ടപ്പെടുന്നു. ഇതുകൊണ്ട് യുദ്ധം നിർത്തും, ഞങ്ങളിനി ഉപദ്രവിക്കാനില്ല എന്നുള്ള ഒരു വാക്ക് അയാൾ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് പറഞ്ഞിട്ട് അടുത്ത നിമിഷം അവരെ ഉപദ്രവിക്കുക. അപ്പൊ പിന്നെ അവര് വെറുതെ ഇരിക്കുവോ? അതിപ്പോ നമ്മൾ തന്നെയാണെങ്കിലും വെറുതെ ഇരിക്കുവോ? നമ്മളെ ഉപദ്രവിക്കുന്നവരെ തിരിച്ച് നമ്മൾ എന്തായാലും ഉപദ്രവിക്കും അല്ലേ? കുറച്ചു നാളൊക്കെ ക്ഷമിച്ചിരിക്കും, അതല്ലെങ്കിൽ തിരിച്ച് ഉപദ്രവിച്ചിരിക്കും. ശരി, ഓക്കെ. എന്നാലും നമ്മൾ ഒരാളെ കൊല്ലാൻ എന്നാണ് തീരുമാനിക്കുന്നത്, അയാൾ എത്രത്തോളം മോശപ്പെട്ടവനാണെങ്കിലും അത് ശരിയല്ല എന്നതുകൂടി അതിനകത്ത് ഒരു മാനുഷികമായ ഒരു വൈകാര്യമായി പറയുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. വിജയകുമാറാണ് പട്ടാമ്പിയിൽ നിന്ന്. ശ്രീ വിജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപ് പറയുന്നത് പോലെ ട്രംപിനെ അങ്ങനെ കൊല്ലാൻ ഇറാൻ പദ്ധതി ഇട്ടിരിക്കുകയാണ്, ട്രംപിനെ ഇപ്പോൾ കൊല്ലുകൊണ്ട് എനിക്ക് അതീവ സുരക്ഷ വേണം, വിമാനം മാറിക്കയറുന്നു, ആ കൂടി ഒരു നാടകമൊക്കെ വരുന്നു, ഇതൊക്കെ ഉള്ളതായിരിക്കുമോ? ശ്രീ വിജയകുമാർ കേൾക്കാമോ? വിജയകുമാറിന്റെ ടെലിഫോൺ വന്ന് ശ്രീ സുധീറാണ് പാലക്കാട്. സുധീർ, താങ്കൾ പറഞ്ഞോളൂ. ട്രംപ് പറഞ്ഞപ്പോ ട്രംപ് ഒരു നാടൻ കളിക്കുകയാണ്, ഒരു PR വർക്ക് പോലുള്ള പരിപാടിയാണ്. ഇപ്പൊ അവിടുത്തെ ജനങ്ങളുടെ പിന്തുണ കിട്ടണം. ജനങ്ങള് അമേരിക്കയിലെങ്കിലും ട്രംപിന് നല്ല എതിർപ്പുകളുണ്ട്. ഈ ട്രംപിന്റെ ഈ കടത്തലും യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ അമേരിക്കയിലെ ജനങ്ങള് ട്രംപിനെതിരാണ്. അപ്പൊ അതൊന്നും അനുകൂലമാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ട്രംപ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ അമേരിക്ക മറ്റുള്ള നാടുകളിൽ നിന്ന് രാജ്യങ്ങളിൽ കയറിയിട്ട് അവരെ സാമ്രാജ്യത്തെ അതിൻ്റെ ഉള്ളിൽ കയറി കളിക്കുക, ആ രാജ്യത്ത് നശിപ്പിക്കുക. അതാണ്. ഇതിന് പിന്നെ ഇറാഖിനെ തകർത്ത അങ്ങനല്ലേ ഈ അമേരിക്ക. ട്രംപിന്റെ മുന്നിലുള്ള അമേരിക്ക കച്ചവടമാണ് അമേരിക്കയുടെ താല്പര്യം. അത് ഈ കാലത്തും ഒരു യുദ്ധത്തിന് വേണ്ടി ഏത് രാജ്യങ്ങളുടെ യുദ്ധങ്ങളും ഒഴിവാക്കിയുള്ള സൗഹൃദമാണ്. പിന്നെ നമുക്ക് ഇന്ത്യയുടെ പറയാനുള്ള ഇന്ത്യ അമേരിക്കയുടെ അടിമാതിരുന്ന എല്ലാ രാജ്യങ്ങളും നല്ല അമേരിക്കയിലാണെങ്കിൽ ഇത് വേണം, സൗഹൃദം വേണം. അതിനപ്പുറം അമേരിക്കയുടെ അടിമയായിട്ട് ഇന്ത്യ പോകരുതെന്നാണ് ഞാൻ ഈ പറയാറുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ത്രേസ്യാമയാണ് എറണാകുളത്ത് നിന്നും. ശ്രീ ത്രേസ്യാമ, താങ്കൾ എങ്ങനെയാണ് ഈ വാർത്തകളിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ടാണോ വിളിക്കുന്നത് ന്യൂസ് 8 പൊതുവേദിയിലേക്ക്? എന്ത് ചെയ്യുന്നു ശ്രീമതി ത്രേസ്യാമ? താങ്കൾ എന്ത് ചെയ്യുന്നു? ഹലോ പറയുന്നത് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല, കുഴപ്പമില്ല, അഭിപ്രായം പറഞ്ഞോളൂ. അഭിപ്രായം പറയാനായിട്ടുണ്ടെങ്കിൽ ട്രംപിനെ പോലുള്ള ഒരാളെ
വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് വെറുതെ ഇരിക്കുമെന്ന് തോന്നണ്ട. അപ്പൊ തന്നെ അയാളെ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് കൊന്നിരിക്കും. അങ്ങനെയുള്ള ഒരു ട്രംപിന് വധഭീഷണി എന്ന് പറയുന്നത് തന്നെയാണ് നുണ പറയുന്നല്ലത്. കിരൺ പറയുന്നു ട്രംപിന് വധഭീഷണി ഉള്ളത് ശരിയാണ് എന്നാണ് പറയുന്നത് അല്ലേ? ശരിയല്ല, തെറ്റാണത്. തെറ്റാണെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. അതെങ്ങനെ ശരിയാവുന്നത്? ട്രംപിന് വധഭീഷണി വന്നു കഴിഞ്ഞാൽ ട്രംപ് ആ മനുഷ്യനെ എവിടെയെന്ന് വെച്ചാൽ തേടി പിടിച്ച് അയാളെ കൊന്നുകളയും. അപ്പൊ തന്നെ ഇവിടെ വെച്ചോളൂ അല്ലേ? അപ്പൊ ഇതൊരു ട്രംപിന്റെ അമേരിക്കയിലാകെ പുള്ളി അടിപതറി നിൽക്കുകയാണ്. അമേരിക്കൻ ജനതയൊക്കെ പുള്ളിയുടെ യുദ്ധത്തിന് നേരെയുള്ള വലിയ അവിടുത്തെ നടന്ന പത്രങ്ങൾ, പ്രധാന പത്രങ്ങളൊക്കെ നടത്തിയ വോട്ടെടുപ്പ് അഭിപ്രായ സർവേയിലൊക്കെ മഹാഭൂരിപക്ഷം പേരും ഇവർക്കെതിരാണ്. എതിരാണെങ്കിലും എന്താണെങ്കിലും ട്രംപിന് വധഭീഷണി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിക്ക് മുമ്പ് ഇതേമാരെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് വധഭീഷണി ഉണ്ടെന്ന്. അതിന്റെ പോലെ നടന്ന അതെ ഇല്ലല്ല, അത് വെറുതെ പറയുന്നതായിരിക്കും. ട്രംപിന് വിജയിക്കാൻ ഒരു നേട്ടം കിട്ടാൻ വേണ്ടിട്ട് പറയുന്നതായിരിക്കും. എനിക്ക് തോന്നണം അങ്ങനെയാണ് എന്റെ അഭിപ്രായം. താങ്കളുടെ അഭിപ്രായം വളരെ വിലപ്പെട്ടതാണ്. സമാനമായ അഭിപ്രായങ്ങൾ അന്താരാഷ്ട്ര തലത്തിലടക്കം വിദഗ്ധരടക്കം പലരും, മാധ്യമപ്രവർത്തകരും അടക്കം പലരും പറയുന്നുണ്ട്. ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ള സംശയമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് വളരെ വാലിഡായ ഒരു അഭിപ്രായം തന്നെയാണ്. ശ്രീമതി ത്രേസ്യാമ്മയാണ് എറണാകുളത്ത് നിന്നും. അപ്പം എന്തായാലും വീണ്ടും പൊതുവേദിയിൽ വിളിക്കുക കേട്ടോ. ഓക്കെ. ശ്രീ മൊയ്തീനാണ് മൂവാറ്റുപുഴയിൽ നിന്നും. ശ്രീ മൊയ്തീൻ, താങ്കൾ ഈ വിഷയം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ആളാണോ? അപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഈ വധഭീഷണി എന്ന് പറയുന്നത് അത് ശരിക്കും ഒറിജിനലായിരിക്കുമോ? ഞാൻ എല്ലാവർക്കും ഈ ചാനൽ കാണുന്നതാണ്. അതെ, താങ്കൾ ആ ടി വി മ്യൂട്ട് ആയിട്ട് പറയുമോ? ട്രംപ് വന്നത് ചുമ്മാ പറയണോ സാറേ? പറഞ്ഞോളൂ, ആ ടി വി മ്യൂട്ട് ആയിട്ട് പറഞ്ഞോളൂ. ട്രംപ് പറഞ്ഞ് ചുമ്മാ പറയണത്. ട്രംപിനെ തട്ടുന്നല്ല വേറെ, എന്നാലും ചുമ്മാ പറഞ്ഞത്. ശരി. ശ്രീ മൊയ്തീൻ, ആരായാലും പൊതുവേദി പ്രേക്ഷകരോട് പൊതുവായി നടത്താനുള്ള അഭ്യർത്ഥനയാണ്. സ്ഥിരമായി വിളിക്കുന്ന പ്രേക്ഷകർക്ക് അത് നന്നായി അറിയാം. അല്ലാത്തവർ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കോൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ ടി വി മ്യൂട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കുക. കാരണം ടി വിയിൽ, ഞാനിവിടെ പറയുന്നത് ടി വിയിൽ കേട്ടിട്ട് നിങ്ങൾ മറുപടി പറയാൻ നിന്നാൽ അതിനിടയ്ക്ക് ഒരു 1-2 സെക്കൻഡിൻ്റെ ഒക്കെ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ടി വി മ്യൂട്ട് ചെയ്ത ശേഷം നമ്മൾ സംസാരിക്കുക. ശ്രീ ജോസാണ് ചാലക്കുടിയിൽ നിന്നും. ശ്രീ ജോസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ശരിക്കും ഈ ട്രംപിനെ വധിക്കാനൊക്കെ ഇറാൻ പദ്ധതി ഇട്ടത് അത് ഇസ്രായേൽ കണ്ടെത്തുകയും അവർ മുന്നറിയിപ്പ് കൊടുക്കുകയും ഒക്കെ ചെയ്തതാണോ, അതോ ആകെ പതുങ്ങി നിൽക്കുന്ന ട്രംപിനൊരു ജീവശ്വാസം കൊടുക്കാൻ വേണ്ടി ഈ നെതന്യാഹു കണ്ടെത്തിയ ഒരു ബുദ്ധിയായിരിക്കുമോ ഇത്? അല്ല, ഇത് സതീശന്റെ ആരാണെന്ന് എനിക്ക് തോന്നുന്നത്. തള്ളു കേട്ടതേ സതീശന്റെ ആരാണ്ടാണ് തള്ളു ഈ ട്രംപ്. അങ്ങനെ നിങ്ങൾ അതിനകത്ത് ഈ സതീശനുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യം എന്താണ് ശ്രീ ജോസ്? അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുത്തല്ലേ. അപ്പൊ അങ്ങനെ ഒരാൾ തള്ളാണ് എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നത്? കേരളത്തിലെ ഭൂരിപക്ഷ ജനതയ്ക്ക് അങ്ങനെ തോന്നുന്നില്ല. ആദ്യകാലത്ത് കേരളത്തിൽ തോന്നുന്നുണ്ടായ കാര്യം അതാണ് സതീശന്റെ തള്ളാണത്. ശ്രീ ജോസ്, ഞാനതാണ് ചോദിച്ചത്. താങ്കൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും അങ്ങനെ അഭിപ്രായമില്ല. കേരളത്തിലെ മഹാഭൂരിപക്ഷം പേര് UDF ജയിക്കണം, VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയത്. അപ്പൊ തള്ളു കേട്ടാൽ വിശ്വസിക്കുന്നവരാണോ കേരളത്തിലെ ജനങ്ങൾ? അല്ലല്ലോ. അതെ, താങ്കൾക്ക് എന്താണ് ഉറപ്പ്? എന്താണ് സതീശൻ തള്ളിയ ഒരു തള്ളു പറ? ഞങ്ങളാരും കേട്ടിട്ടില്ല സതീശൻ തള്ളുന്നൊന്നും. അപ്പൊ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും പറയുന്നതെല്ലാം 100 കാര്യത്തിൽ 100 കാര്യവും നടപ്പാകണമെന്നില്ല. രാഷ്ട്രീയ നേതാക്കൾ 100 കാര്യം പറഞ്ഞാൽ ഒരു 80 കാര്യങ്ങൾ നടപ്പായാൽ അത് കൊള്ളാം എന്ന് പറയും. അത് ഏത് രാഷ്ട്രീയ നേതാവായാലും. നമുക്ക് ഈ ട്രംപിനെ പറയുമ്പോഴും സതീശനെ പറയണം, അല്ലെങ്കിൽ പിണറായിയെ പറയണം, അല്ലെങ്കിൽ മോദിയെ പറയണം എന്നൊക്കെ പറയുന്നതിനകത്ത് അതൊരു ശരിയായ രീതിയല്ല ശ്രീ ജോസ്. ജോസിന് ഇതിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് സതീശന്റെ വിഷയങ്ങൾ എത്ര പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തു, അന്നേരമൊക്കെ സതീശന്റെ വിഷയങ്ങൾ പറയാം. അല്ലാതെ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് VD സതീശനെയോ അല്ലെങ്കിൽ പിണറായി വിജയനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവിനെ ഇഷ്ടമല്ലെങ്കിൽ അതിന്റെ പേരിൽ വേറെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല. അത് എല്ലാ പ്രേക്ഷകരോടും ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾക്ക് അത്തരം രാഷ്ട്രീയ വിയോജിപ്പുകൾ ഏത് നേതാവിനോടുണ്ടെങ്കിലും അതിന് ഏത് പാർട്ടിയോടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ നിരന്തരം, അല്ലാതെ നമ്മൾ ഏകപക്ഷീയമായി അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുമെന്നുള്ളത്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ വിഷയങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ പറയും. ഇതൊരു ഇന്റർനാഷണൽ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വല്ല നയതന്ത്രമോ അങ്ങനത്തെ വേണമെങ്കിൽ എൻ്റെ ഇന്ത്യ സ്റ്റാൻഡ് എടുക്കണം, അത്തരം കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തേക്ക് ഇവിടെ സതീശൻ തള്ളാണെന്നോ അല്ലെങ്കിൽ പിണറായി വിജയൻ മോശമാണെന്നോ എന്നും പറയേണ്ട കാര്യം ഏത് പാർട്ടിക്കാരനാരും ഇല്ല. അതൊരു ശരിയായ രീതിയല്ല. അത് എല്ലാവരും അറിയിക്കുകയാണ്. ശ്രീ ഹരിദാസാണ് പാലയിൽ നിന്ന്. ശ്രീ ഹരിദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ട്രംപിന് നേരെ ഇറാൻ ഇങ്ങനെ ഒരു വധശ്രമം നടത്തുന്നത് ഇസ്രായേൽ കണ്ടെത്തി അത് അറിയിച്ചതായിരിക്കുമോ, അതോ ഇതൊരു ഇപ്പോൾ ഈ വിഷയത്തിൽ നിന്നൊക്കെ ശ്രദ്ധ മാറ്റി പുതിയൊരു തന്ത്രം ഇറക്കിയതായിരിക്കുമോ?
ഞാൻ ഒരിക്കലും ഇറാനെ ഒരു നിസ്സാരവൽക്കരിച്ച് കാണുന്നില്ല. കാരണം ലോക ശക്തിയായിട്ടുള്ള അമേരിക്കയോടും ലോകത്തിലെ ഏറ്റവും ബുദ്ധികേന്ദ്രങ്ങളായിട്ടുള്ള ഇസ്രായേലിനോടും പടപൊരുതി ഇത്രയും നീണ്ട നാൾ പിടിച്ചു നിൽക്കുവാൻ സാധിച്ചു. അവരുടെ നേതാവിനെ നഷ്ടപ്പെട്ടിട്ട് പോലും സാധാരണ ക്യാപ്റ്റൻ നഷ്ടമായി കഴിഞ്ഞാൽ കളി പോകുന്നു എന്ന് പറഞ്ഞവരല്ല. ക്യാപ്റ്റനെ നഷ്ടമായിട്ട് പോലും അവർ ആ യുദ്ധത്തിൽ പിടിച്ചു നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇറാനെ നിസ്സാരവൽക്കരിച്ച് കാണുന്നത് തെറ്റാണ്. ഇറാൻ എന്ന് പറയുന്നത് ഇറാന്റെ പിന്നിലുള്ള ശക്തികൾ വേറെ ഉണ്ട്. പക്ഷേ ഇറാൻ പിന്നിലുള്ള ശക്തികളല്ല, ഇറാൻ മുന്നിൽ നിന്ന് തന്നെ ഇസ്രായേലിനെയും അമേരിക്കയും വളരെ കൃത്യമായി വെള്ളം കുടിപ്പിച്ചു. ഇനി ഇതിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇറാനെ പിന്തുണച്ചുകൊണ്ട് നമ്മൾ കേരളത്തിൽ ഇന്ത്യയിൽ വളരെ ന്യൂനപക്ഷമുള്ള ഷിയ മുസ്ലിങ്ങളും ന്യൂനപക്ഷം മാത്രമുള്ളപ്പോഴും ഇവിടുത്തെ സുന്നി മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ഇറാനെ പിന്തുണയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ ഒരു സുന്നികൾ പൊതുവെ സമാധാന പാതയിൽ നിൽക്കുകയും ലോക സമാധാനത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന, പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലും ഒക്കെ ആയിട്ട് ഒരു കരാറൊക്കെ രൂപീകരിച്ച് വ്യാപാരത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഷിയ ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഇറാൻ സുന്നികളെ അപ്പാടെ ഇല്ലാതാക്കി കളയും. പ്രത്യേകിച്ച് മക്കയും മദീനയും ഇരിക്കുന്ന കാബയെ ആക്രമിക്കും. ഹരിദാസ്, ഞാൻ അതിനകത്തൊരു വിവരം പറയാനുണ്ട്. ഇതിപ്പോൾ ഷിയ ആണോ ഇറാൻ ഖമനേയി അടക്കമുള്ളവർ ഷിയ വിശ്വാസികളായതുകൊണ്ടോ അല്ലെങ്കിൽ അതിന് സുന്നി മതവിശ്വാസമുണ്ടോ ക്രിസ്ത്യനോ മുസ്ലിമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതമോ ജാതിയോ അല്ല ശ്രീ ഹരിദാസ് ഒന്ന് കേൾക്കൂ. ഒരു രാജ്യം, ഇറാൻ എന്ന് പറയുന്ന ഒരു പരമോന്നത രാജ്യം, ഒരു സ്വതന്ത്ര രാജ്യം, ആ രാജ്യത്ത് കയറി മറ്റൊരു രാജ്യം കടന്നാക്രമണം നടത്തുമ്പോൾ ആ രാജ്യത്ത് ചിലപ്പോൾ ആഭ്യന്തരമായി ചിലപ്പോൾ കുഴപ്പങ്ങൾ കാണാം, ആ രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ അല്ല. ഹരിദാസ് ഒന്ന് കേൾക്കൂ. അപ്പോൾ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ കാണാം. പക്ഷെ ആ രാജ്യത്ത് വിദേശ ശക്തികൾ കയറി ആക്രമണം നടത്തി അവർ ഹുങ്ക് കാണിക്കുമ്പോൾ സ്വാഭാവികമായും അടിയേറ്റവന്റെ നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതിന് മതമോ ജാതിയോ അല്ലെങ്കിൽ ജാതിയുടെ ഉപവിഭാഗമോ ഒന്നും നോക്കിയല്ല മനുഷ്യർ നിൽക്കുന്നത്. അവിടെ ന്യായമുണ്ട് എന്ന് ആളുകൾക്ക് തോന്നുന്നുണ്ട്, ആളുകൾ ഇറാന്റെ പക്ഷത്ത് നിൽക്കുന്നു. അതുകൊണ്ട് സുന്നികൾ നിൽക്കരുത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ നിൽക്കരുത്, ഹിന്ദുക്കൾ നിൽക്കരുത് എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഹരിദാസ്, അത് താങ്കൾ നിഷ്പക്ഷമായിട്ടാണ് സംസാരിക്കുന്നത്, എന്നെ സംസാരിക്കാൻ അനുവദിക്കും. താങ്കൾ സംസാരിക്കണം. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് അവിടെ സൈനിക താവളം ഒരുക്കുവാനുള്ള അനുമതി പ്രത്യേകിച്ച് മക്കയും മദീനയും ഇരിക്കുന്ന പുണ്യ മദീനയൊക്കെ കളയോ, അതൊക്കെ അവിടെ ഇരുന്നോളൂ, അതൊന്നും അല്ലല്ലോ വിഷയം. അല്ല മെക്ക മദീനെ താങ്കൾ ഇടയ്ക്കിടയ്ക്ക് മെക്ക മദീനെ ഹരിദാസ് കേൾക്കൂ, താങ്കൾ ഈ മെക്ക മദീനെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നും അല്ല അവിടെ സൈന്യത്തെ ഇറക്കുന്നത്. താങ്കൾ ഈ ചരിത്രവും രാഷ്ട്രീയവും ഒന്നും അറിയാതെ വെറുതെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മെക്ക മദീന എന്ന് പറയേണ്ടതില്ല. പ്രശ്നമാണ്. നിങ്ങൾ ഭയപ്പെടുന്നു എന്തുകൊണ്ടാണ് അത് എന്നെ പറയാൻ അനുവദിക്കൂ. താങ്കൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതും കൂടെ കേൾക്കണം, അല്ലാതെ പറയാൻ അനുവദിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ പോരാ. എനിക്കൊരു സമയം താങ്കൾ പറഞ്ഞോളൂ. അതായത് എന്തുകൊണ്ടാണ് അവിടെ ഈ അമേരിക്ക സൗദിക്ക് കാബയ്ക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി സൗദിയുടെ അടുക്കൽ വന്ന് അമേരിക്കയെ ക്ഷണിച്ചുകൊണ്ട് വരുത്തിയിട്ടാണ് അവിടെ അമേരിക്ക സൈനിക താവളം സൗദി ഒരുക്കിയത്. അത് ഷിയ രാജ്യമായിട്ടുള്ള ഇറാൻ മതപരമായിട്ടുള്ള പർപ്പസ് വെച്ച് തന്നെ സൗദിയെ ആക്രമിക്കും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അവിടെ മതമില്ല എന്ന് താങ്കൾ പറയരുത്. ഇവിടെ ലോക സമാധാനത്തിന് വേണ്ടി എല്ലാ മതങ്ങളും ഒന്നിച്ചു നിൽക്കുകയും ഈ ഇറാനെ പോലൊരു രാജ്യം മറ്റു രാജ്യങ്ങൾക്ക് ഭീഷണിയായി ആണവ ഊർജത്തിലെ സ്വയം പര്യാപ്തത നേടാൻ ശ്രമിക്കുമ്പോഴാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത്. യുദ്ധത്തെ ഞാൻ അനുകൂലിക്കുന്നില്ല. ഞാൻ ഇറാന് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യവുമായിട്ട് വളരെ അഭേദ്യമായ സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ആ ഇറാൻ പിന്തുണയ്ക്ക് ഞാൻ പൂർണ്ണമായി സപ്പോർട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ സംഭവിക്കേണ്ടത് ഇതിനകത്ത് മതമില്ല ഇല്ലെങ്കിൽ മതത്തിന്റെ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം നമ്മുടെ ഒരുപാട് പേര്, നമ്മുടെ സഹോദരങ്ങള് ഈ ഇറാനെ അറിയാതെ പിന്തുണച്ചു പോയതിന്റെ പേരിൽ സൗദിയിൽ ജയിലിലുണ്ട്. താങ്കൾക്ക് അറിയാമല്ലോ അത്. ശ്രീ ഹരിദാസ്, ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്. താങ്കൾ വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞു വെക്കാൻ പോകുന്നത് സുന്നികൾ ഷിയ രാജ്യത്തെ എന്തിനു പിന്തുണയ്ക്കുന്നു, അവർ ശത്രുക്കളല്ലേ എന്നൊക്കെയാണ്. ഞാൻ അതേ അർത്ഥത്തിൽ തന്നെയാണ് താങ്കളോട് പറഞ്ഞത്. സുന്നി ഷിയ വ്യത്യാസമൊന്നുമല്ല. ഒരു രാജ്യം, ഇനി ഏത് രാജ്യമായിക്കോട്ടെ, നമ്മുടെ ശത്രു രാജ്യമായിക്കോട്ടെ, ആ രാജ്യത്തിന് നേരെ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ, ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ മറ്റൊരു രാജ്യം കടന്നാക്രമണം നടത്തിയാൽ, ഇപ്പോൾ പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യമാണ്, നാളെ അമേരിക്ക വന്ന് പാകിസ്ഥാൻ നേരെ കടന്നാക്രമണം നടത്തി പാകിസ്ഥാൻ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് ചിലപ്പോൾ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടായിരിക്കുമോ? ഇല്ല. ഏതൊരു രാജ്യത്തായാലും ആ രാജ്യത്തിൻ്റെ നമ്മൾ തമ്മിൽ അടിയുണ്ടായിരിക്കാം. പക്ഷെ ഒരു രാജ്യത്ത് വന്നിട്ട് അവിടുത്തെ കടന്നാക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും സമീപ രാജ്യങ്ങളോ മറ്റു രാജ്യങ്ങളോ ഒക്കെ അതിനെ എതിർക്കും. അത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്.
അതിൻ്റെ പുറത്ത് അവിടെ ഷിയ ആണ് സുന്നിയാണ് എന്ന് നോക്കിയത്, ഷിയയും സുന്നിയും നോക്കിയെന്നല്ല ആളുകൾ അവിടെ എതിർപ്പുയർത്തുന്നതും. അവർ തമ്മിൽ വ്യത്യാസമുണ്ട്, അവർ തമ്മിൽ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം ശരിയാണ്. ശരി, ശ്രീ ഹരിദാസാണ് പാലയിൽ നിന്ന് സംസാരിച്ചത്. ശ്രീ രാജനാണ് തിരുവല്ലയിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പറഞ്ഞോളൂ. ഈ അമേരിക്ക എല്ലാ രാഷ്ട്രങ്ങളോടും ശത്രുത ഉണ്ടാക്കി വെച്ചേക്കുക. ഇപ്പം ട്രംപ് പറയുന്നത് പിന്നെ ഇറാൻ ആക്രമിക്കാൻ വരുന്നെന്ന്. അത് വെറും അയാളുടെ ഒരു പൊളിവാക്കായത്. ഇത് അവിടുത്തെ കോൺഗ്രസ്സുകാരോടും ഒക്കെ ഉള്ള ഈ മതിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ പറഞ്ഞു വെക്കുന്നത്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ശരി, ശ്രീ ആനന്ദാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ആനന്ദ്, താങ്കൾ ഈ വധശ്രമ ഗൂഢാലോചന സിദ്ധാന്തം അല്ലെങ്കിൽ അങ്ങനെ ഒരു രഹസ്യവിവരം, അതിനെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അതോ തന്ത്രമായി കാണുന്നു? സാർ, അതൊരു ശരിക്കും പറഞ്ഞ തന്ത്രമായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ ട്രംപിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ സമയത്ത് നമ്മളിപ്പോ ഓരോന്ന് പറയുന്ന ഒരു രീതിയാണ്. കാര്യം ആദ്യം സമാധാനം എന്നൊക്കെ പറയും ട്രംപ് പോയി, ഇങ്ങനെ യുദ്ധം തുടങ്ങിയിട്ട് പിന്നെ സമാധാനം പോയി, സാറിനറിയാമല്ലോ. അപ്പോ നമ്മൾ അങ്ങനെ പോയതിനു ശേഷം പിന്നെ ട്രംപ് യുദ്ധം പ്രഖ്യാപിക്കുന്ന യുദ്ധമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ട് പിന്നെ നേരെ തിരിച്ചു വരും. ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ചില മിക്കവാറും അമേരിക്കയിലെ മറ്റ് പാർട്ടി അവരെ ഇതുണ്ടല്ലോ, മറ്റ് ഇതൊരു പാർട്ടിക്കാർ അവിടെ സമാധാനം ഞാൻ കൊണ്ടുവരാൻ നോക്കിയതായിരുന്നു. അവർക്ക് ഒരു സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ട്രംപ് ഈ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. അല്ലാതെ ഇത് ഒരു പൊളിയാവാനാണ് സാധ്യത. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല സാറേ. എന്റെ അഭിപ്രായത്തിൽ ഒരു 90% വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ട്രംപ് ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നം വിടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിദേശ ഇന്ത്യക്കാര് അവരിപ്പോ നാട്ടിലോട്ട് വരാൻ നോക്കുമ്പോൾ അവർക്ക് പറ്റത്തില്ല. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രോളിങ് കാണിക്കുന്നുണ്ടായിരുന്നു. ചിലര് ബാഗിൽ ആദ്യമേ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കുന്നത്, യുദ്ധം തീർന്ന് ഇപ്പൊ നാട്ടിലോട്ട് വരാം, അത് കഴിഞ്ഞിട്ട് യുദ്ധം പിന്നെയും തുടങ്ങുന്നത്. അന്നേരത്തേക്ക് പിന്നെ ഡ്രസ്സ് എല്ലാം മാറ്റി പുറത്തോട്ട് വെക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കളിയാക്കുന്ന ട്രോളുകൾ വരെ ഇൻസ്റ്റാഗ്രാമിലും പല പ്ലാറ്റ്ഫോമിലും വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു രീതി, ട്രംപിന്റെ ഈ ഒരു രീതി തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം. തുടങ്ങാൻ എളുപ്പമാണ്, യുദ്ധം എന്ന് പറയുമ്പോൾ തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷെ അത് അവസാനിപ്പിക്കാനാ പാട്. ട്രംപ് ആണെങ്കിൽ ചാടിക്കേറി എല്ലാം കൂടെ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അത് അവസാനിപ്പിച്ച് കിടന്ന് സത്യം പറഞ്ഞാൽ ചക്രശ്വാസം വലിക്കുക. ഇതവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു പ്രശ്നം വന്നു അത് വലുതായിട്ട് പിടിപ്പിച്ച് കാണിച്ച് തുടങ്ങി പിന്നെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര പാടാണ്. അത് ട്രംപിന് അറിഞ്ഞുകൂടാ. ഇപ്പൊ അവരുടെ എല്ലാ സെന്റിമെന്റ്സ് പിടിക്കാൻ വേണ്ടി ഇപ്പൊ പുതിയൊരു നമ്പരോട്ട് ഇറങ്ങിയൊക്കെ ചെയ്യുന്നത്. ഇതാ കിരൺ സാറെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ആക്ച്വലി. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ശരി, ഓരോ തരത്തിലുള്ള വിലയിരുത്തലുകൾ ലോകത്തുണ്ട്. ശ്രീ രാജേഷാണ് ഷൊർണൂർ. ശ്രീ രാജേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിപ്പോൾ ട്രംപ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് നാറ്റോ ഉച്ചകോടിക്ക് വേണ്ടി പോകുമ്പോൾ, അങ്ങോട്ട് പോകുമ്പോൾ വിമാനം മാറിക്കയറേണ്ടി വരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ മാറിക്കയറേണ്ടി വരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ നാണക്കേടാണ്. പക്ഷേ ട്രംപ് പറയുന്നത് തന്നെ കൊല്ലാൻ വേണ്ടി ഇറാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നാണ്. ശ്രീ ശ്രീ രാജേഷ് പറഞ്ഞോളൂ. ശ്രീ റിയാസ് ആണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ റിയാസ്, താങ്കൾക്ക് പറയാം. നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. അതെ, റിയാസാണ്. റിയാസ് പറഞ്ഞോളൂ. റിയാസ്, TV മ്യൂട്ട് ചെയ്യോ? പിന്നെ ഞാൻ ന്യൂസ് 18 ഒരു പ്രേക്ഷകനാണ് കേട്ടോ. നമസ്കാരം. ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. പൊതുവേദിയെന്ന് ഞാൻ എപ്പോഴും കാണുന്നൊരു ചർച്ച, ഒരു ജനങ്ങൾക്ക് ആഗ്രഹപ്പെട്ട കാര്യങ്ങളാണ് എപ്പോഴും പൊതുവേദിയിൽ പറയാറുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് പൊതുവേദി. പക്ഷെ പൊതുവേദിയിലെ ഒരു ഡീൽ, ഇപ്പോഴുള്ള ഡീല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്തൊരു ഡീലാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. എന്താണ്? പറഞ്ഞോളൂ, തുറന്നു പറഞ്ഞോളൂ. അല്ല, ഒരുപാട് ബഹുമാനത്തോടെ ഒരുപാട് ഇഷ്ടത്തോടും കൂടെ പറയണത്. ഇറാനും ഈ അമേരിക്കയിലുള്ള യുദ്ധവും കാര്യങ്ങളൊക്കെ ശരി, റൈറ്റ് ആണ്. എന്ത് കാഴ്ചപ്പാടൊക്കെ അവരുടെ തീരുമാനങ്ങളാണ്. പക്ഷെ ഞാൻ ന്യൂസ് 18 ഒരു പ്രേക്ഷക നിലയിൽ ഞാനൊരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഒന്നും ഇതിപ്പോ ഇത് കാണിക്കാതിരിക്കരുത് എന്നൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ലൈവാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോ കാണിക്കാതിരിക്കാന്നുള്ള ആഗ്രഹമില്ല. അല്ല,
അല്ല സാറേ, സാറിന്റെ പെർഫോമൻസ് ബേസ് എനിക്ക് ഒരുപാട് ബഹുമാനം, ഒരുപാട് സ്നേഹമുള്ള ഒരു പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞതല്ല. പിന്നെ ന്യൂസ് 18 ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് രാജ്യസ്നേഹവും കാര്യങ്ങളൊക്കെ ന്യൂസ് 18 പല തവണ പറയാറുണ്ട്. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, പിന്നെ നമ്മുടെ ഗാന്ധി ജയന്തിയുടെ അന്ന് നിങ്ങൾ ബിഗ് ബോസിന്റെ പിന്നെ ഒരു പരിപാടിയായിരുന്നു അന്നത്തെ ദിവസം അവതരിപ്പിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഈ ഗാന്ധി ജയന്തി ഗാന്ധി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഭയങ്കര പിന്നെ ലോകം മൊത്തം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. അന്നത്തെ ദിവസം നിങ്ങൾ ബിഗ് ബോസിന്റെ ഒരു ടോട്ടായിരുന്നു അന്ന് നിങ്ങൾ അവിടെ അവതരിപ്പിച്ചത്. എനിക്ക് പൊതുവേദിയിൽ നിങ്ങൾ പിന്നെ ചെയ്തത്, അന്ന് ചർച്ച ചെയ്തത് ബിഗ് ബോസിന്റെ പിന്നെ ഒരു ചർച്ചയായിരുന്നു അന്ന് ചെയ്ത് വെച്ചത്. അന്ന് ഗാന്ധി ജയന്തിയായിരുന്നു. റിയാസ് ഒരു മറുപടി പറഞ്ഞോട്ടെ ഇനി? പറഞ്ഞോ, തീർച്ചയായും. അല്ല, നമ്മള് ഇപ്പൊ ഗാന്ധി ജയന്തി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. ഇന്ത്യ എക്കാലത്തും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുക്കന്മാരിൽ അല്ലെങ്കിൽ വഴികാട്ടികളിൽ ഒക്കെ പ്രകാശഗോപുരം പോലെ ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ് ഗാന്ധി എന്നതിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ ഇന്ത്യക്കാർക്ക് ആർക്കും യാതൊരു സംശയമില്ല. ഗാന്ധി ഏതെല്ലാം തരത്തിൽ ആരെല്ലാം കുഴിച്ചുമൂടാൻ ശ്രമിച്ചാലും അതിനപ്പുറം പ്രകാശം പരത്തി തന്നെ നിൽക്കുമെന്നൊരു സംശയമില്ല. പക്ഷെ ഗാന്ധി ജയന്തി ആണ് ദിവസം നമ്മൾ അന്ന് ടി വിയിലെ ചർച്ചകളെല്ലാം ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് ആവണം, അങ്ങനെ ഒരു രീതി നമുക്കില്ല. പ്രധാനപ്പെട്ട പല ദിവസങ്ങളും അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മള് അങ്ങനെ ഗാന്ധി ജയന്തി ഞാൻ പറഞ്ഞോട്ടെ റിയാസ്, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ താങ്കൾ പറഞ്ഞ പൂർണ്ണമായും കേട്ടു, താങ്കൾ അതിൻ്റെ വികാരം ഞാൻ ഉൾക്കൊണ്ടു. പക്ഷേ നമ്മുടെ ഒരു പൊതു രീതി എന്ന് പറയുന്നത് നമ്മൾ ഗാന്ധി ജയന്തി ആയാലും ഇനി ഏതെങ്കിലും ഇപ്പോൾ അംബേദ്കർ ജയന്തി ആയാലും അല്ലെങ്കിൽ ശിശുദിനമായാലും അങ്ങനെയൊക്കെ ആ ദിവസം പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരുന്നു എന്നുള്ളതുകൊണ്ട് ആ ദിവസത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അങ്ങനെയില്ല. ആ ദിവസം പ്രധാനപ്പെട്ട വാർത്തകൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും. പിന്നെ ഗാന്ധി ജയന്തിയെക്കുറിച്ച് അങ്ങനെ ഒരു രണ്ടഭിപ്രായമില്ലാത്ത കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഗാന്ധി ജയന്തിയെക്കുറിച്ച് ഏതെങ്കിലും ഇപ്പോൾ ഗാന്ധിക്കെതിരെ ചില വിമർശനങ്ങളും അല്ലെങ്കിൽ ഗാന്ധി നിന്ദയൊക്കെ വന്നു, അങ്ങനെയാണെങ്കിൽ അത് ചർച്ച ചെയ്യണം. അല്ലാതെ ഈ വർഷം അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗാന്ധി ജയന്തി ഉണ്ടായതായി കഴിഞ്ഞ വർഷത്തെ ആയിരിക്കും ഒക്ടോബർ 2 ആയിരിക്കും ഉല്ലേഖിക്കുന്നത്, ഉണ്ടായതായി എൻ്റെ ഓർമ്മയിലില്ല. അത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഉള്ളു ചർച്ച ചെയ്യണം. അങ്ങനെ ഉണ്ടായിട്ട് കാണില്ല, അതുകൊണ്ടാണ് നമ്മൾ ആയിരിക്കും അത് ചർച്ച ചെയ്തത്. ഞാൻ സമ്മതിച്ച് എല്ലാം കേട്ട് ഞാൻ. പക്ഷെ ഞാനൊരു സെക്കൻഡ് ഞാൻ ചോദിച്ചോട്ടെ, പിന്നെ എനിക്ക് എന്നെ കുഴിച്ചുമൂടാതിരിക്കാന്ന് മാത്രമേ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞുള്ളൂ. കാരണം എന്നെ അടിയിലേക്ക് ആക്കരുത്. കാരണം ഞാൻ ഒറ്റൊരു കാര്യം പറഞ്ഞുള്ളൂ, വികാരങ്ങൾ എല്ലാവർക്കും ഉണ്ടെന്നേ. പിന്നെ ന്യൂസ് 18 എന്ന ചാനലിനോട് എനിക്കൊരു വികാരം മാത്രമേ ഉള്ളൂ. കാരണം പിന്നെ ഗാന്ധി ജയന്തി അന്ന് പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ വികാരം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റുമോ? ശ്രീ റിയാസ്, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ആരെ കുറ്റപ്പെടുത്താൻ മനസ്സിലായി. ഗാന്ധി ജയന്തി ആയാലും ഇനി ജനുവരി 30 രക്തസാക്ഷി ദിനമായാലും എല്ലാം നമുക്ക് അന്ന് ആ വിഷയം അന്ന് ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വാർത്തയോ വിവാദങ്ങളോ ഒക്കെ ഉണ്ടായെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് എല്ലാ ജയന്തി ദിവസങ്ങളിലും നമ്മളിപ്പോൾ ഗാന്ധി ജയന്തി എനിക്കോ റിയാസിനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ബോധമുള്ള ആർക്കെങ്കിലും അങ്ങനെ ഒരു വിമർശനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റിയാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മൂടായിരിക്കുമല്ലോ ന്യൂസ് 18. കാരണം റിയാസ് ആണല്ലോ ഒരു വ്യക്തിപരമായിട്ട്. റിയാസ് എന്ന് പറയുമ്പോ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളല്ലേ. മുസ്ലിമും ഹിന്ദുവും തമ്മിൽ എന്താണ് വ്യത്യാസം ഗാന്ധിയുടെ കാര്യത്തിൽ? ഞാനത് ചോദിച്ചതാണ്. ഗാന്ധി എന്ന് പറഞ്ഞൊരു ദിവസത്തില് അന്നത്തെ ദിവസം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാത്ത എന്റെ കൊച്ചി എനിക്ക് ദിവസമല്ലേ എനിക്ക് ബർത്ത്ഡേ എന്ന് പറയുന്നത്, അന്നല്ലേ ഞാൻ ആഘോഷിക്കണം. അത് ആഘോഷിക്കാത്ത ഒരു ദിവസത്തിനെ കുറിച്ച് നിങ്ങൾ പിന്നെയും ബിഗ് ബോസിനെ കുറിച്ച്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ ഒരു വികാരം ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും എനിക്ക് ഇതിനകത്ത് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ അങ്ങനെ രാജ്യത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന രീതി സാധാരണഗതിയിലില്ല. അങ്ങനെ ചർച്ച ചെയ്യാറുള്ള വിവാദങ്ങൾ ഉണ്ടായാൽ ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് അതാണ് സ്വീകരിക്കുന്നത്. ശ്രീ ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപിന്റെ ഒരു തന്ത്രമാണോ ഇപ്പോഴത്തെ ഈ വധഭീഷണി എന്നുള്ള ഒരു പ്രചരണം? നമ്മൾ ആരും ഇത് ജഡ്ജ് ചെയ്യാൻ തക്കവണ്ണം അത്ര ഇറ്റ് ഈസ് ടു ഏർലി, വളരെ മുൻപാണ്. കാരണം ഇതുപോലെ തന്നെയല്ലേ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലാദൻ എന്നാണ് 2 ട്വിൻ ടവേഴ്സ് വേൾഡ് ട്രേഡ് സെന്റർ അടിച്ചിട്ടത്. അന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? അതുകൊണ്ട് അതിനേക്കാളും എത്രയോ ശക്തമായ ഒരു രാഷ്ട്രമാണ് ഇറാൻ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിൽ സത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാനിവിടെ പലരും പറയുന്നത് കേട്ടു ഏകപക്ഷീയമായിട്ട് സർവത്ര അമേരിക്കയുടെ മിസ്റ്റേക്ക് ആണെന്ന്. GCC രാജ്യങ്ങളാണ് അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അവിടെ മുഴുവൻ അവരുടെ ബേസ് ഇല്ലേ, സൗദി അറേബ്യ, മറ്റേ ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ എല്ലാം. അവർക്കും ജീവിക്കണ്ടേ? ഇവര് 10,000 കിലോമീറ്റർ അകലെയുള്ള ഇസ്രായേലിൽ ചെന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെല്ലാം അവിടെ വന്നിട്ട് ഹമാസിന്റെ ആൾക്കാരെയൊക്കെ കൊന്നുകളയും. ഇപ്പൊ അവരുടെ പരമോന്നത നേതാവിനെ തന്നെ മണ്ണിന്റെ അടിയിലേക്ക് ആക്കി കളഞ്ഞതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇസ്രായേലാണെന്ന് എന്റെ അഭിപ്രായം. ഇവരല്ല കാലത്ത് അവര് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ചുരുക്കം ഇസ്രായേൽ അങ്ങനെ കൈവിട്ട് പ്രവർത്തിച്ചാൽ
അവിടെ നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജ്യമാണ്, ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ രാജ്യമാണ് അമേരിക്ക. പക്ഷെ അമേരിക്ക അവരുടെ എന്ത് വൃത്തികേടിനും കൂട്ടു നിൽക്കുക അല്ലെങ്കിൽ അതിന് ഒപ്പം നിൽക്കുക എന്നുള്ള എന്ത് വൃത്തികേടെന്ന് പറയുന്നത് അവിടെ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് പില്ലർ സ്ഥാപിച്ച് അങ്ങനെ ഒരു പില്ലർ സ്ഥാപിച്ചെന്ന് കരുതി നാളെ പോയി അമേരിക്കയെ കൊല്ലുക എന്നുള്ളതാണോ? അല്ലല്ലോ. അല്ലല്ല, സൗദിയിലെ ഹൂതി മറ്റേടത്തെന്താണ് ഹിസ്ബുള്ള, ഇങ്ങനെ പല സ്ഥലത്തും ഗുണ്ടായുസം വളർത്തുമ്പോൾ. അപ്പൊ എന്റെ ഒരു സംശയം, താങ്കൾ ഈ ചരിത്രമൊക്കെ അറിയുന്ന ആളാണല്ലോ. ലോകത്തെ പ്രധാനപ്പെട്ട കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ഒരു 30 വർഷത്തിനിടയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഈ തീവ്രവാദ ശക്തികളും അല്ലെങ്കിൽ അവർക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ ഇവരെല്ലാം പാലൂട്ടി പണം നൽകി ആയുധം നൽകി വളർത്തിയത് ഏത് രാജ്യമാണ്? അതല്ല, ഇതിപ്പോ ഇറാഖിൽ സദാം ഹുസൈനെ ഞാൻ അനുകൂലിച്ചില്ല. കാരണം ഇവരെല്ലാം വളർത്തിയത് അമേരിക്കയല്ലേ? അപ്പോൾ ലോകത്തിന്റെ സമാധാനം കെടുത്തുന്ന ആദ്യത്തെ രാജ്യം അമേരിക്കയല്ലേ? അത് വേറൊരു വിഷയം. പക്ഷെ ഇപ്പൊ അതുമായിട്ട് ബന്ധമില്ല, അതൊക്കെ കഴിഞ്ഞു. വിയറ്റ്നാമിൽ അവർ തോറ്റു തുന്നമ്പാടി, വെറുതെ ക്യൂബയ്ക്കെതിരെ കടന്ന് കളിക്കുന്നുണ്ട്. അതുപോലെ അല്ല ഇത്. ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ, ഈ ഹോർമുസ് കടലെടുക്ക് അടയ്ക്കുന്നൊക്കെ പറഞ്ഞ ആർക്കാ അതിന്റെ നഷ്ടം? അമേരിക്കയ്ക്ക് മാത്രമല്ല. ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിൽ അവർ മര്യാദക്ക് ഇപ്പൊ അവിടുന്ന് പിന്മാറേണ്ട സമയം കഴിഞ്ഞു. എന്റെ ഒരു ചോദ്യം, എന്റെ ഒരു ചോദ്യം, ഇപ്പോൾ ഇറാൻ അമേരിക്ക പോലെ ശേഷി ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നെങ്കിൽ അവരുടെ പരമോന്നത നേതാവിനെ കൊല്ലാൻ ബോംബ് അയാളെ വധിക്കാൻ ഒരു കാരണവശാലും ഇസ്രയേൽ ധൈര്യപ്പെടുമായിരുന്നില്ല. ഇറാൻ വേറെ വിഷയമാകുന്ന എങ്ങനെയാണ്? ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ ആ രാജ്യത്ത് കയറി വധിച്ചിട്ട് അവർ പിന്നെയും വിട്ടുവീഴ്ച ചെയ്യണമായിരുന്നു പറയുന്നതിൽ അർത്ഥം എന്താണ്? ഇതാണ് നിങ്ങൾ കേൾക്കില്ല. തിയോക്രസി എന്ന് പറയുന്നത് വേറെ, ഡെമോക്രസി എന്ന് പറയുന്നത് വേറെ. മതമൗലികവാദമുള്ള രാഷ്ട്രമാണത്. അപ്പൊ ആ രാജ്യത്തിന്റെ പ്രശ്നം അവര് തീർക്കില്ലേ? അവരല്ലേ തീർക്കണ്ട, അല്ലാതെ അമേരിക്ക അല്ലല്ലോ. അവര് തീർക്കാം. അവിടെ നിന്ന് ഇവരെ ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ഒരു നടിയുടെ ഒരു മലയാളം ചാനലുകൾ കാണിച്ചില്ല, എല്ലാസ് നൊറ്റപ്പെട്ടൊരു പെൺകുട്ടി. അവരുടെ മോഡലും ഇതൊക്കെയാണ്. അവിടുന്ന് അഭയം, സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂരതയൊക്കെ എന്താണ്? ശ്രീ ഡേവിഡ് വിജയ്, ഞാൻ അതെല്ലാം സംഭവിച്ചു. ഞാൻ ഇറാൻ ഒരു നല്ല ഭരണകൂടമാണെന്നോ അവിടെ ജനാധിപത്യം ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഡേവിഡ് വിജയ് കേൾക്കൂ, ഇറാനിൽ എന്തോ ആയിക്കോട്ടെ, എന്ത് വൃത്തികേടോടെ നടന്നോട്ടെ, അവിടെ ആഭ്യന്തരമായി ഉണ്ടാകുന്ന വൃത്തികേടുകൾ പരിഹരിച്ച് അവിടെ നന്നായി എടുക്കേണ്ടത് ആ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ രാജ്യത്തിന്റെ ജനങ്ങൾ ചെയ്തുകൊള്ളും. അവിടെ ഇസ്രയേൽ വന്ന് അവിടെ അവരുടെ ഭരണാധികാരികളെ വധിച്ചിട്ടെന്തായി? അവിടുത്തെ ഭൂരിപക്ഷം പേരും അവർക്കെതിരെ നിൽക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ. എന്ത് ഭയന്നിട്ട് നിരന്തരം ബോംബ് വർഷിക്കുന്ന ഒരു രാജ്യത്തേക്ക് ആ രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ ഇവരെ പോരാടുന്നില്ലേ? പലായനം ചെയ്ത പലവരും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതിനേക്കാൾ വലിയ പീഡനത്തിന്റെ കഥകൾ ഈ പറയുന്ന ഇസ്രയേലിൽ നിന്നും നേരിട്ടേണ്ടി വരുന്ന മനുഷ്യരില്ലേ? അവർ ഇന്നസെന്റ് ആണെന്ന് പറയരുത്, അത്രേ ഉള്ളൂ. അവർ ഇന്നസെന്റ് അല്ല, ഞാൻ പറഞ്ഞില്ല. പക്ഷേ കാണിക്കുകയല്ല. ശ്രീ ഡേവിഡ് വിജയ്, ഞാൻ ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇറാന്റെ ഭാഗത്ത് 10 തെറ്റുണ്ടെങ്കിൽ ഇറാൻ ഒരു 10 തവണ ഇറാനെ കൊലയാളി എന്നോ മോശപ്പെട്ടവരെന്ന് വിളിക്കുന്നെങ്കിൽ 100 തവണയോ 1000 തവണയോ വിളിക്കേണ്ടി വരും അമേരിക്കയും ഇസ്രായേലിനെയും. അത്രേ പറഞ്ഞു. ഇസ്രായേലിനെ ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 10,000 കിലോമീറ്റർ അകലെ കിടക്കുന്ന സ്ഥലത്ത് ഇവിടുന്ന് ചെന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ലോകത്ത് മുഴുവൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒന്നാമത്തെ രാജ്യം അമേരിക്കയും ഇസ്രായേലും അല്ലേ? ഇസ്രായേലാണെന്ന് ഞാൻ പറയില്ല. ഇസ്രായേലിലെ ചുരുക്കം പറഞ്ഞിട്ട് അന്ന് ആ രാത്രി ചെന്നിട്ട് ആക്രമിച്ച് പ്രശ്നം ഉണ്ടാക്കി ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ ഒരു ചുണ്ടങ്ങ കൊടുത്തല്ല, 100 കണക്കിന് 1000 കണക്കിന് 10,000 കണക്കിന് വരുന്ന ഒരു രാജ്യം, പലസ്തീനിലെ ജനതയെ ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കി ഒരുത്തർക്ക് നേരെ അവരൊരു പ്രത്യാക്രമണം നടത്തിയപ്പോഴേക്കും അതായി വലിയ കാര്യം. അതിലൊന്നും ഒരു കാര്യവുമില്ല. എത്രയോ നൂറ്റാണ്ടുകളായി ആ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ യാസർ അറാഫത്ത് ഉണ്ടായിരുന്നല്ലോ, അങ്ങോട്ട് ഞങ്ങൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസം എന്തിന്? നിങ്ങൾ അന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. അന്നും ഇസ്രായേൽ എല്ലാ കാലത്തും ലോകത്തിന്റെ സമ്പത്ത് പിടിച്ചെടുക്കണം, ലോകത്ത് ആയുധ കച്ചവടം നടത്തണം, മറ്റുള്ളവർക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കണം. ഇതല്ലാതെ ഇസ്രായേലിന് എന്താണ്? ഇസ്രായേലിനെ ഒരു യഥാർത്ഥത്തിൽ ഒരു രാജ്യമായി പോലും കണക്കാക്കണം എന്നുള്ളത്. അത് അത്രത്തോളം ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇസ്രായേൽ ഭരണകൂടമല്ലേ? 4 വർഷത്തൊന്നും ചെന്ന് ചൊറിയാൻ നിന്നിട്ടാണത്. എവിടെ 4 വഴിക്കുന്നു? അവരെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയില്ലേ ആ രാജ്യത്തെ? പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെയും ജനതയും അവരുടെ എത്ര തലമുറയെ നശിപ്പിച്ചു ഇസ്രായേലുകാർ? മ്യൂസിക് കൺസെപ്റ്റ് നടക്കുന്ന സമയത്ത് മര്യാദക്കാണെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യ വരെ ഇടപെട്ടാനെ അവർക്ക് അനുകൂലമായിട്ട്. ഏത് കാലത്താണ് മര്യാദക്ക് ഇസ്രായേൽ പെരുമാറിയിട്ടുള്ളത്? ഇസ്രായേലും അമേരിക്കയും തികച്ചും 100% റോങ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ അതിനോട് യോജിക്കില്ല. ഇസ്രായേലും അമേരിക്കയും റോങ് ആണെന്ന് പറഞ്ഞാൽ 100% റോങ് ആയിട്ട് ആരുമില്ല. ഏതെങ്കിലും ഒക്കെ ഒരു 1-2% കൊള്ളാവുന്ന കാണും.
ബാക്കി അവിടുത്തെ ഭരണകൂടങ്ങൾ എല്ലാ കാലത്തും അധികാരത്തിന് വേണ്ടിയും അവരുടെ ആയുധം വിറ്റഴിക്കാൻ വേണ്ടിയും ലോകത്താകമാനം അസമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയും ലോകത്താകമാനമുള്ള ഈ തീവ്രവാദ ശക്തികളെ എല്ലാം പാലൂട്ടി വളർത്തിയത്, ആയുധം നൽകി വളർത്തിയത് ഈ രണ്ട് രാജ്യങ്ങളാണ്. അത് വേറെ വിഷയം. ദാറ്റ് ഈസ് സ്റ്റിൽ അനദർ തിങ്. അതുകൊണ്ടാണ് അവർക്ക് നേരെ ആളുകൾ തിരിയുന്നത്. ഇപ്പൊ ഇറാൻ ഇട്ട് കൊടുക്കണം എന്നുള്ള സൗദി പോലും ഇറാനെതിരാണ്. ശരി, അവര് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടുന്ന് വിട്ടു പോകരുതെന്ന്. അത് പറയുമ്പോ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദി പോലും എന്നൊന്നും പറയുന്നതിനൊന്നും ഒരു കാര്യമില്ല. അവർക്കൊന്നും കാര്യമായ ശേഷിയില്ലാത്ത രാജ്യങ്ങൾ. അവിടെ ഹൂതി റിമൽസിൽ യമനിൽ വരുത്തിയിട്ട് അവിടെ വരുന്ന കപ്പലുകൾക്കൊക്കെ ഭീഷണിയായിട്ട് മാറുക. അതൊക്കെ ശരിയാണോ? എന്തായാലും ഇവരെ അമേരിക്ക ലോകത്തിനുണ്ടാക്കുന്ന ഭീഷണിയൊന്നും ഒരു ഹൂതി റിബൽസും ഉണ്ടാക്കുന്നില്ല. അത് വേറെ വിഷയം. അതിപ്പോ സദ്ദാം ഹുസൈനെയൊക്കെ മാറ്റിയപ്പോ നമ്മൾ വളരെ എതിർത്തില്ലെന്ന് ബുഷ് കാണിച്ചത്. ഇതതുപോലല്ല. നാളെ നമുക്ക് ഭീഷണിയായിട്ട് ഇപ്പൊ വെനസ്വേലയിൽ പോയി അവിടുത്തെ ഭരണാധികാരികളെ തട്ടിക്കൊണ്ട് പോയതോ? അല്ല, അതൊക്കെ ഞാൻ അമേരിക്ക കാണിച്ച എനിക്ക് അറിഞ്ഞൂടാ. അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം ഷെയർ മാർക്കറ്റ് നല്ല ടോപ്പിലേക്ക് ഉയർന്നു. അതിന്റെ അർത്ഥം അത്ര വെറുപ്പുണ്ട് ആ പ്രസിഡന്റിനോട്, അമേരിക്കൻ ഇതിനോട്. എനിക്കറിയാൻ പാടില്ല. ഷെയർ മാർക്കറ്റ് വരുന്നതാണല്ലോ രാജ്യത്തിന്റെ. ജനങ്ങൾക്ക് അത്രയും താങ്കളുടെ അഭിപ്രായം സമയം അതിക്രമിച്ചതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങി വരാം. ട്രംപിന് നേരെ വധഭീഷണിയുണ്ട് എന്ന് ട്രംപും ഇസ്രയേലും അവകാശപ്പെടുന്നു. അത് ശരിയായി ഒരു വധഭീഷണി അങ്ങനെ ഉണ്ടോ, അതോ ഇത് ഇവരുടെ തന്ത്രം മാത്രമാണോ എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വളരെ വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. യൂട്യൂബിൽ നിരവധി കമൻറ്റുകൾ നിറഞ്ഞിട്ടുണ്ട്. അതിൽ അതിനകത്ത് ഒരാൾ പറയുന്നത് പൊതുവേദിയിൽ ആൾമാറാട്ടം, മനുവിൻ്റെ പടം വന്നു അവതരിപ്പിക്കുന്ന കിരൺ എന്നുള്ളത്. അത് ഞങ്ങൾ രണ്ടുപേരും അവതരിപ്പിക്കുന്നതുകൊണ്ട് അതിൻ്റെ തമ്പിട്ടത് തെറ്റി ആദ്യം ഇട്ടതാണ്. അത് പിന്നീട് തിരുത്തി, അത് അങ്ങനെ പറ്റിപ്പോയതാണ്. ക്ഷമിക്കുക എന്ന് മാത്രമേ ശശിരൻപിള്ളയോട് സൂചിപ്പിക്കാനുള്ളൂ. എന്നെ എന്താണ് ആരും കൊല്ലാൻ വരാത്തതെന്നാണ് പുള്ളി ചോദിക്കുന്നതെന്ന് ശശിരൻപിള്ള പറയുന്നു. അതോടൊപ്പം തന്നെ ജയൻജട്ട് ബാക്കിയുള്ളവർ നമസ്കാരങ്ങളൊക്കെ പരസ്പരം പറയുകയാണ്. ട്രംപിന് ഭീഷണി, പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വരുമോ ആവോ എന്നൊക്കെ ചോദിക്കുന്നു മുരളി. അതെന്താണെന്ന് മനസ്സിലായില്ല. സതീശൻ രാജിവെക്കണമെന്ന് ആരെങ്കിലും പറയുമോ ആവോ എന്നും മറ്റാൾ ചോദിക്കുന്നു. മോൻസക് ഒക്കെ പറയുന്നു ട്രംപ് പറയുന്നതല്ല ഇസ്രായേൽ പറയുന്നതാണ്. അങ്ങനെ ട്രംപിനെ പ്രകോപിപ്പിക്കാൻ ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നടപ്പാക്കും. സൽമാൻ റുഷ്ദിയുടെ കാര്യത്തിൽ കണ്ടതാണല്ലോ, അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഈ സൽമാൻ റുഷ്ദിക്ക് നേരെ നടത്തിയ ആക്രമണമൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുപോലെ അല്ലല്ലോ ട്രംപിനെ പോലെ ഒരാളെയും സൽമാൻ റുഷ്ദി ഒരു പുസ്തകം രചിച്ച ആളിനെയും രണ്ടിനെയും ഒരേ രീതിയിൽ കാണുന്നത് ശരിയല്ല ശ്രീ മോൻസാഖ്. പിന്നീട് ഉള്ള പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ മറ്റു പല അഭിപ്രായങ്ങൾ ഇതിനിടയിൽ വന്നിട്ടുണ്ട്. മാധ്യമങ്ങൾ CPIM ഇടതുപക്ഷം വേട്ടയാൾ തുടങ്ങി അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. കോൺഗ്രസിൻ്റെ ഭരണപരാജയങ്ങൾ മറയ്ക്കാനെന്ന് സുജിത്ത് പെയിൻകുളം പറയുന്നു. അതെന്തിനാണ് സുജിത്ത് ഇപ്പോൾ ആ വിഷയമെല്ലാം ഇവിടെ ചർച്ച ചെയ്തോ? സുജിത്ത് എന്തിനാണ് ഇങ്ങനെ വല്ലാതെ ഭയപ്പെടുന്നത്? മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതൊന്നും അനുസരിച്ചൊന്നും അല്ല ലോകത്തെ ആളുകൾ ചിന്തിക്കുന്നതും പുറത്ത്. ഇതൊക്കെ എല്ലാ മാധ്യമങ്ങളിലും എങ്ങനെയൊക്കെ വാർത്ത ആർക്ക് അനുകൂലമായി വന്നാലും ആർക്കെതിരായി വന്നാലും അതൊക്കെ കേൾക്കുമ്പോൾ തിരിച്ചറിയാനും അതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും ഒക്കെ നന്നായി അറിയുന്ന ആളുകളാണ് മലയാളികൾ. അല്ലെങ്കിൽ കേരളത്തിലെ ഒന്നും മാധ്യമങ്ങൾ വിചാരിച്ചാൽ ഒരാളെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ഒക്കെ അതൊക്കെ ഒരു തോന്നൽ മാത്രമാണ്. അങ്ങനെ മാധ്യമപ്രവർത്തകരും അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ കാര്യമൊന്നുമില്ല. ജനങ്ങളുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാം, പക്ഷേ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളതൊക്കെ. സുഹിത്ത് പിന്നെയും എഴുതിയേക്കുന്നത് അത് തന്നെ അങ്ങ് ആവർത്തിച്ച് എഴുതിയേക്കാണ്. സുഹിത്ത് അത്ര വിഷമിക്കേണ്ട സുഹിത്തെ. ഇപ്പോൾ ഉടനെ തന്നെ എന്തായാലും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, തെരഞ്ഞെടുപ്പൊന്നും ഉടനെ. ഡോക്ടർ MB മണി പറഞ്ഞു ചരിത്രബോധവും നീതിബോധവും മാനവികതയും ജനാധിപത്യ മര്യാദകളും തീരെയില്ലാത്ത ഒരു ഭരണാധികാരിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭീഷണി പടക്കം മാത്രമാവാനാണ് സാധ്യത എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പിന്നെ നമ്മളെ സംബന്ധിച്ച് കാര്യമായ പ്രസക്തിയില്ലാത്ത ചർച്ചയാണ് നടക്കുന്നത്. ഇന്ത്യയിലും കേരളത്തിലും എത്രയോ പ്രധാന വിഷയങ്ങൾ ബാക്കി കിടക്കുന്നതെന്നാണ് AK കൃഷ്ണൻകുട്ടി ചോദിക്കുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി, നമ്മളെപ്പോഴും ഇന്ത്യയും കേരളവും ചർച്ച ചെയ്യുന്ന പോലെ തന്നെ ലോകകാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടേ? പ്രത്യേകിച്ച് CPM പ്രവർത്തകനായ താങ്കളെപ്പോലെ ഒരാൾ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട രാജ്യം അമേരിക്കയുടെ പ്രവർത്തനം ബാധിക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ പരോക്ഷമായിട്ടായിരുന്നു ബാധിക്കുന്നത്. ഇപ്പോൾ ഗൾഫിൽ യുദ്ധം തുടങ്ങിയപ്പോൾ നമ്മുടെ അടുക്കളയിലും നമ്മുടെ ചായക്കടയിലും ഒക്കെ ബാധിച്ച് നമ്മുടെ പോക്കറ്റിനെയൊക്കെ എൻ്റെയും നിങ്ങളുടെയും പോക്കറ്റിനെ അടക്കം ബാധിക്കുന്നു. പുറത്തിറങ്ങിയൊരു ചായ കുടിക്കണമെങ്കിൽ നേരത്തെ 10 രൂപ കൊടുത്താൽ മതിയായിരുന്നെങ്കിൽ ഇപ്പോൾ 12ഉം 15ഉം കൊടുക്കേണ്ട അവസ്ഥയാണ്. ചായക്കടക്കാരൻ്റെ ജീവിതവും അങ്ങനെ തന്നെയാണ്. അവന് ഗ്യാസ് കിട്ടാതിരിക്കുന്ന കാരണം അവൻ കരിഞ്ചന്തയിൽ നിന്ന് ഗ്യാസ് മേടിക്കേണ്ട അവസ്ഥ, ഉയർന്ന വില കൊടുത്ത് ഗ്യാസുകാരന് എക്സ്ട്രാ പൈസ കൊടുത്ത് സംഘടിപ്പിക്കേണ്ട അവസ്ഥ, അങ്ങനെയൊക്കെ പലതും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്.
അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടെന്ന് ഒരു CPM പ്രവർത്തകനായ AK കൃഷ്ണൻകുട്ടി അങ്ങനെ പറഞ്ഞതിൽ നമുക്ക് അത് ഞാൻ അദ്ദേഹത്തോടുള്ള ഒരു വിയോജിപ്പ് അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് അങ്ങനെ പറയാം, ആ ഒരു വിയോജിപ്പ് ഞാൻ അറിയിക്കുകയാണ്. ഗുജറാത്തിൽ 3 മലയാളികളെ തൂക്കാൻ ഉദിച്ചു, ചർച്ച വേണ്ടേ എന്ന് ചോദിക്കുന്നു. ആരെയാണ് എന്നത് എനിക്ക് കൃത്യമായി ആ വാർത്ത പിടികിട്ടിയില്ല. അദ്ദേഹം കളിയാക്കുവാൻ തോന്നുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന കൊലപാതകം ചർച്ച വേണ്ടെന്നൊക്കെ സുൽകുമാർ ചോദിക്കുന്നു. സുൽകുമാറിനോടും നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞ അതേ മറുപടി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കേരളം എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മളെ ബാധിക്കുന്നത്, ആഗോളതലത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഈ യുദ്ധം വന്നപ്പോൾ കേരളത്തിൽ ആ യുദ്ധം ബാധിക്കാത്ത ഒരു വീട് പോലും കേരളത്തിൽ ഉണ്ടാവില്ല. അതിന് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളായാലും മുന്നാക്കം നിൽക്കുന്ന ആളായാലും ആരും ഒരു എല്ലാവരുടെയും ജീവിത ചെലവിൽ അത് ബാധിച്ചിട്ടുണ്ട്. കാശുള്ളവർക്ക് അത് കാര്യമായി ഫീൽ ചെയ്ത് കാണത്തില്ല. പണമില്ലാത്ത സാധാരണക്കാരെ സംബന്ധിച്ച്, വരുമാനം കുറവുള്ളവരെ സംബന്ധിച്ച് അത് വലിയ ബാധ്യതയാണ് ഉണ്ടാക്കിയത്. എത്രയെങ്കിലും പേരുടെ ഈ വീട്ടിൻ്റെ വാതിലൊക്കെ ഇരിക്കുന്നത്, ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ, രാവിലെ ഇറങ്ങിയാൽ അവിടെ വീടിൻ്റെ വാതിലൊക്കെ വെച്ച് ചായ കച്ചവടം ചെയ്യുന്ന പല ആളുകളുണ്ടായിരുന്നു. ചെറിയ പ്രായമായ മനുഷ്യരൊക്കെയാണ്, അവർ ചെറിയൊരു ചായ കച്ചവടം കടിയൊക്കെ ആയി നിൽക്കുന്ന അങ്ങനത്തെ ആളുകളൊക്കെ ഇപ്പോൾ വീണ്ടും തിരിച്ചു വരാനിപ്പോൾ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. അവരുടെയൊക്കെ എത്രയോ മാസത്തെ ജീവിത വരുമാനമാണ്, ചെറിയൊരു വരുമാനമായിരിക്കും, രാവിലെയും വൈകിട്ടും ചായ കൊടുത്തിരുന്നത്. അവരുടെ അടക്കം പോയി. പിന്നീട് വലിയ ഹോട്ടലുകളുടെയൊക്കെ ആണെങ്കിൽ അതിലും കൂടുതൽ എത്രയോ പോയിട്ടുണ്ട്. അപ്പോൾ അത് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറയുന്നത് ശരിയല്ല. ഡേവിഡ് വിജയ് പറയുന്നതിനോട് യോജിക്കുന്നു. ഹമാസിനെയും ഹിസ്ബുള്ളയും ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം ഏകപക്ഷീയമായി അമേരിക്കയെ കുറ്റം പറയാൻ പറ്റുമോ? തീവ്രവാദത്തിനെതിരെ അമേരിക്ക നിലകൊള്ളുന്നു. അമേരിക്ക തീവ്രവാദത്തിനെതിരെ നിലകൊള്ളുന്നു പറയുമ്പോൾ ശ്രീ നന്ദകുമാർ, ലോകത്തിൻ്റെ ചരിത്രം താങ്കൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ലോകത്തെ ഏറ്റവും കൂടുതൽ തീവ്രവാദി സംഘടനകളെ സ്പോൺസർ ചെയ്ത, സൃഷ്ടിച്ച രാജ്യത്തിൻ്റെ പേര് അമേരിക്ക എന്നാണ്. മറ്റു ഒരു രാജ്യത്തിനും ആ കാര്യത്തിൽ അമേരിക്കയോട് മത്സരിക്കാൻ പോലും ഉള്ള കരുത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കരുത്തെന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ബ്ലാക്ക് ഹിസ്റ്ററി വേറെ മറ്റൊരു രാജ്യത്തിനും ഈ സമീപകാലത്തെങ്ങുമില്ല. വിളിക്കുന്നവർ അവരുടെ മതത്തിൻ്റെയും കൂടി രാഷ്ട്രീയത്തിൻ്റെയും കൂടി നിൽക്കുന്നു. നിഷ്പക്ഷമായ ആരുമില്ല എന്ന് അമ്പാടി പറയുന്നു. ഇപ്പോൾ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ കാരണം ഇറാനാണ്. ഹോർമൂസിൽ കപ്പൽ ആക്രമിച്ചത് അവരാണ്. വടി കൊടുത്ത് ഇനിയും അടി വാങ്ങിയാൽ അവരുടെ നാശത്തിനായിരിക്കും എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ പണ്ടേ ചർച്ച ചെയ്ത കാര്യമല്ലേ? റിയാസ്, ഇന്നിപ്പോൾ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. ഇന്നിപ്പോഴത്തെ പ്രശ്നമാണ് ട്രംപിന് നേരെ ഉണ്ടായ വധഭീഷണി എന്നുള്ളത്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ട്രംപിന് വധഭീഷണി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ ഈ ആളുകളൊക്കെ ചോദിച്ച പോലെ യുദ്ധം ഇനിയും നീളും എന്നുള്ള ഒരു പരോക്ഷ സൂചനയാണ് ട്രംപ് അങ്ങനെ പറയുന്നതിന് പിന്നിൽ. എന്താവും ഇങ്ങനെ പറയാനുള്ള കാരണം? കിരൺ സാർ, നമസ്തേ സാർ. നമ്മുടെ രാജ്യം ഉൾപ്പെടെ മുഴുവൻ വേദനയും വിലക്കയറ്റം ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് ഈ ട്രംപിന്റെ പിടിവാശി. അപ്പൊ അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ രാജ്യത്തിന് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം എതിർപ്പുള്ള വ്യക്തികളുണ്ട്. അത് കാരണം കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഭീഷണി വരാനായിട്ട് മറ്റുള്ള രാജ്യത്തിൽ നിന്ന് വരേണ്ട കാര്യമില്ല സാർ. മാത്രമല്ല, അത് ശരി തന്നെയാണെന്നാ തോന്നുന്ന കാര്യം, മാധ്യമ പ്രവർത്തകരുടെ മൈക്കിന് മുന്നിലേക്ക് പോലും അദ്ദേഹം ഇപ്പോൾ കടന്നു വരുന്നില്ല. ഒരു ഭയമുണ്ട്, ജീവനിൽ ഭയമുണ്ട്. ഏതായാലും ശരി സാർ, ഏതായാലും നമ്മളുടെ ഈ രാജ്യത്ത് കുറച്ച് അശാന്തി ഉണ്ടാക്കിയ ഒരു വ്യക്തിക്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് സാർ എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ. ശ്രീ രാധാകൃഷ്ണൻ, ഈ ട്രംപ് പറയുന്ന പുള്ളിയെ ആരോ ഇറാൻ വധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, താൻ 1-ാം നമ്പർ അവരുടെ ഉന്നമാണ് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ശരിയായിരിക്കും? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞോളൂ. ഈ ട്രംപിന് ഒരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മളൊക്കെ ഈ സാധാരണ ഒരു നാടോടി ഭാഷയിൽ പറയുന്ന ഒരു സ്വഭാവമുണ്ട്, ഈ എട്ടുകാലി മമ്മൂഞ്ഞ് എന്നൊക്കെ പറയുന്നത് പോലെ. ഇദ്ദേഹം ഈ അടുത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഷയം ഉണ്ടായപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, അതോ ഇസ്രായേലും പിന്നെ ഉക്രൈനും റഷ്യയായിട്ടുള്ള സംഭവമായിരിക്കും. ഇടയ്ക്ക് അവരൊരു വെടിനിർത്തൽ നടത്തിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഇടപെട്ടിട്ടാണ് അവിടെ വെടിനിർത്തിയത് എന്നും പറഞ്ഞൊരു വിവാദമായ സംഭവം രണ്ടിടത്തും പറഞ്ഞിരുന്നു ട്രംപ്. രണ്ടിടത്തും പറഞ്ഞിരുന്നു. വെടിനിർത്തലോ എന്തെങ്കിലും ഉണ്ടായും പറയാം എന്റെ ഇടപെടലാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തനിക്ക് വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ നടന്നത്. യുദ്ധം ഉണ്ടാക്കുക, സമാധാനപ്പെടുത്തുക, എന്നിട്ട് എനിക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം വേണം. അതെ. അപ്പൊ കിരണിന് ആ സംഭവം മനസ്സിലായല്ലോ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു സ്വയം പൊങ്ങച്ചക്കാരൻ, അത് ഈ ഏകാധിപതികളുടെ എല്ലാ സ്വഭാവം ഇതാണ്. അവരുടെ മനസ്സിലെ ഈഗോ, ഒരുതരം മാനസികമായ വൈകൃതമാണ് ഇദ്ദേഹത്തിന്. ഇവരെ പോലെ ഉള്ളവരൊക്കെ തന്നെ ഈ ഭരണാധികാരികളായിട്ട് വരുമ്പോൾ നമ്മുടെ ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ആശങ്കയുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് ശ്രീ കിരൺ പറഞ്ഞിരുന്നല്ലോ, നേരത്തെ പിന്നെ ബൈഡൻ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് നമ്മുടെ ഒബാമ അടക്കമുള്ളവർ ഇത്രയും വലിയ പ്രശ്നക്കാരല്ലാത്ത ഭരണാധികാരികൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ജോർജ് ബുഷ് കുറച്ചു നാൾ പ്രശ്നക്കാരനായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ എന്നാൽ ക്ലിന്റൺ അദ്ദേഹം പേഴ്സണലി ചില വിവാദങ്ങളിലേക്ക് പോയെങ്കിലും എന്തുമാത്രം സമാധാന പ്രിയരായിരുന്നു അവരൊക്കെ. അവരൊന്നും വിഷയങ്ങളെ ഉണ്ടാക്കിയിട്ടില്ല. രണ്ടാമത്തെ വിഷയം, നേരത്തെ തന്നെ ഒരു സുഹൃത്ത് പറഞ്ഞു, അമേരിക്ക ഈ
പിന്നെ തീവ്രവാദത്തിനെതിരെ നിലകൊള്ളുന്നു. എന്തൊരു വിഡ്ഢിത്തമാണ്! ഈ തീവ്രവാദത്തെ ഈ പാകിസ്ഥാനിലടക്കം പ്രോത്സാഹിപ്പിക്കുന്നതും രഹസ്യമായിട്ട് ആയുധം കൊടുക്കുന്നതും ആരാണ്? താങ്കൾക്ക്, നിങ്ങൾ മാധ്യമങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളെയും ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ ഈ സദ്ദാം ഹുസൈന്റെ വിഷയം 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റില്ല. സദ്ദാം ഹുസൈനെതിരെ അവരെടുത്ത ആരോപണം എന്തായിരുന്നു? സദ്ദാം ഹുസൈൻ അവിടെ അണുബോംബ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇറാഖിനെ യുദ്ധം ചെയ്ത് ഈ ഇറാഖിനെ ഈ അവസ്ഥയിലാക്കി. ശ്രീ കിരൺ പറയൂ, എവിടുന്നെങ്കിലും ഇറാഖിൽ നിന്ന് ആണവായുധം കണ്ടുപിടിക്കുവാനായിട്ട് ഈ അമേരിക്കക്ക് കഴിഞ്ഞോ? അപ്പോ ഇവരുടെ ഈ നമ്മുടെ പണ്ട് ഇന്ത്യയെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വം പോലെ ഇന്ന് എവിടെയൊക്കെയാണോ ഭൂസ്വത്തുള്ളത്, എവിടെയാണോ മൂല്യവർദ്ധിത ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളുള്ളത്, അത് ഗൾഫ് രാജ്യങ്ങളിലാകുമ്പോൾ എണ്ണ, ഇപ്പൊ ഇന്ത്യയിലേക്കാണെങ്കിൽ മറ്റ് പല സാധനങ്ങളും, അങ്ങനെ വിലപിടിപ്പുള്ളതൊക്കെ തന്നെ കവരുവാനുള്ള ആ ഒരു പഴയകാല ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പോലെ ഉള്ള ഒരു സാമ്രാജ്യത്തെ ശക്തിയായിട്ട് അമേരിക്ക. ഞാനത് നോക്കട്ടെ, ഈ ലോകത്തുള്ള തീവ്രവാദികളെയൊക്കെ നിയന്ത്രിക്കാൻ ആരാണ് ഇവർക്ക് തിട്ടൂരം കൊടുത്തിരിക്കുന്നത്? വേറെ രാജ്യങ്ങളൊക്കെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റഷ്യ, വലിയ രാജ്യങ്ങളുണ്ടല്ലോ, റഷ്യയുണ്ട്, പിന്നെ ചൈനയുണ്ട്, വലിയ വലിയ രാജ്യങ്ങൾ വേറെയും ഉണ്ടല്ലോ. ഇവർക്ക് ഈ തിട്ടൂരം ആര് കൊടുത്തു? ലോക പോലീസ് ചമയുവാനുള്ള തിട്ടൂരം ആരാണ് കൊടുത്തത്? രണ്ടാമത്, ഈ തീവ്രവാദികളെ മുഴുവൻ ഈ ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദി അമേരിക്കയാണെന്ന് നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. ഇന്ന് ഈ ലോകത്ത് നിലനിൽക്കുന്ന തീവ്രവാദത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും സപ്പോർട്ട് ചെയ്തത് അമേരിക്കയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യക്തമാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപ് പറയുന്ന പോലെ ട്രംപിന് അങ്ങനെ വല്ല വധഭീഷണിയും ഉണ്ടായിരിക്കും? അതെന്താ കിരൺ, ഭീഷണി ഉണ്ടാവുമല്ലോ. ഭീഷണി ഇല്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കാരണം ഒരു രാജ്യത്തിന്റെ പരമോന്നതനായ ഒരു ഭരണാധികാരിയെ വധിച്ച ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അതേപോലെ എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കാനുള്ള ഒരു സുഖസൗകര്യങ്ങളൊന്നും ഈ സമയത്ത് ഉണ്ടാവൂലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് പേടിയുണ്ട്, അദ്ദേഹത്തിന്റെ സുരക്ഷ ഒരുക്കേണ്ട ആളുകൾക്കും പേടിയുണ്ട്. തീർച്ചയായിട്ടും എവിടെ വെച്ചോ എന്തും സംഭവിക്കും എന്ന പേടിയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാം, ഡേവിഡ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടി രാജ്യം ഏതാണെന്ന് ചോദിച്ചാല് അമേരിക്കയും ഏതാനും യൂറോപ്യൻ രാജ്യങ്ങളും ഒഴികെ അവരൊക്കെ പറയുന്നത് ഒരേ രാജ്യത്തിന്റെ പേരാണ്, ഇസ്രായേൽ എന്ന്. കാരണം നമുക്കറിയാം എത്ര ആളുകളെയാണ് അവർ കൊന്നൊടുക്കിയിട്ടുള്ളത്, ഫലസ്തീനിന്റെ മക്കളെ. ഇപ്പം ഗാസയിലൊക്കെ നടത്തുന്ന നരനായാട്ട്, അതേപോലെ ലെബനാനിൽ നടത്തുന്ന നരനായാട്ട്, ഇതൊക്കെ ചെയ്തിട്ടും ആ ഒരു രാജ്യത്തെ വെള്ളപൂശാൻ ഡേവിഡിന് മനസാക്ഷി കുത്തില്ലേ എന്ന് എനിക്കൊരു ചോദ്യം ഡേവിഡിനോട് ഡേവിഡ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ബഹുമാന്യനായ പ്രിയപ്പെട്ട ഡേവിഡ്, ഒന്ന് ചിന്തിക്കണം. മനുഷ്യനെ കൊല്ലാൻ ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? ആർക്കാണ് ആ അധികാരമുള്ളത്? നിരപരാധികളായ പാവപ്പെട്ട നിർധനരായ ഒരു നിലയിലുള്ള ഒരു സ്വാധീനവുമില്ലാത്ത ഒരു ജനതയെ കൊന്നടക്കിയ ഇസ്രായേലിന് വെള്ളപൂശാൻ ഡേവിഡിന് എങ്ങനെയാണ് സാധ്യമാണ്? ഒരാൾക്കും, ഒരു മനസാക്ഷിയുള്ള ഒരാൾക്കും, മനുഷ്യത്വമുള്ള ഒരാൾക്കും, മനുഷ്യനാണെന്ന് പറയുന്ന ഒരാൾക്കും നമുക്ക് കാര്യത്തിൽ താങ്കളുടെ നിലപാട് വ്യക്തമാണ്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകണം. ശ്രീകൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീകൃഷ്ണൻകുട്ടി, താങ്കൾ ഇങ്ങനെ ഒരു ചർച്ച കേരളത്തിൻ്റെയും ഇന്ത്യയിലും ഒക്കെ എത്രയോ വിഷയം കിടക്കുന്നു, അപ്പോൾ അത് മാറ്റി ഈ വിഷയം ചർച്ച ചെയ്യുന്നു എന്നുള്ള ഒരു അഭിപ്രായം ഇതിൽ എഴുതി കണ്ടു. താങ്കളെപ്പോലെ ഒരാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്? ഞാനത് പറയും, താങ്കൾ അതിന് മറുപടി പറയുകയും ചെയ്തു. അതുകൊണ്ട് അതിനെപ്പറ്റിയാണെന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ പറഞ്ഞോളാം. അതെ, നമ്മള് അഭിപ്രായം പറയുക, അതിന് മറുപടി പറയുന്ന വിഷയം കഴിഞ്ഞു. ശരി, ഓക്കെ. ഇപ്പൊ ഈ വിഷയത്തിൽ പറയാനുള്ളത്, നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ഉണ്ടല്ലോ, അതായത് ഫിസിക്സിൽ പറയുന്നത് ഫോർ എവരി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നമ്മുടെ തന്നെ ഇന്ത്യയിലെ 2 പ്രമുഖ നേതാക്കൾ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് എങ്ങനെയാ? ശ്രീമതി ഇന്ദിരാഗാന്ധിയും ശ്രീ രാജീവ് ഗാന്ധിയും. അത് ചില റിയാക്ഷൻ ആയിരുന്നു. അതേപോലെ തന്നെ വേൾഡ് ട്രേഡ് സെന്റർ 2001 9/11 സെപ്റ്റംബറിൽ അത് തകർത്തപ്പോ ജോർജ് ബുഷിന് അണ്ടർഗ്രൗണ്ടിൽ പോകേണ്ടി വന്നു. ഈ കാര്യങ്ങളൊക്കെ കണ്ട ട്രംപിന് തീർച്ചയായിട്ടും പേടിയുണ്ടാവും, ഇതിനൊക്കെ റിയാക്ഷൻ ഉണ്ടാവുന്നു. ഏത് കോർണറിൽ കൂടെ എപ്പോഴെന്ത് വരുമെന്ന് പറയാനും പറ്റില്ല. ഇറാഖികൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല, അമേരിക്കക്കാരെക്കാളും ബുദ്ധിയുള്ളവരും ശാസ്ത്രത്തിൽ നല്ല പ്രാവീണ്യമുള്ളവര്. അതുകൊണ്ട് ട്രംപ് പേടിച്ചേ പറ്റുള്ളൂ. ട്രംപ് പേടിക്കണം, അല്ലെങ്കിൽ ട്രംപ് ഇനിയെങ്കിലും മര്യാദയാവണം. ട്രംപ് ഇനിയെങ്കിലും മര്യാദ ആയില്ല എന്നുണ്ടെങ്കിൽ ട്രംപ് എത്ര നാളിങ്ങനെ പേടിച്ച് നടക്കും? കാരണം അതുള്ള കാര്യങ്ങളല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്. എത്ര ലക്ഷം ആൾക്കാർക്ക് ജീവൻ പോയിട്ടുണ്ട് ഈ അമേരിക്ക കാരണം.
എത്ര സ്വത്ത് നഷ്ടം വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് റീമേക്ക് ചെയ്യണമെന്ന് എന്തുമാത്രം മനുഷ്യാധ്വാനവും പൈസയും പണവും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ എണ്ണവില ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ലോകത്ത് എല്ലായിടത്തും ഉള്ളവർക്ക് നഷ്ടവും കഷ്ടവും വരുന്നുകൊണ്ടിരിക്കുന്നത്, ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തത്, ജോലിയെ ബാധിക്കുന്നത്, ഇങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ഈ ഒരാൾ കാരണം ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ട്രംപ് പേടിച്ചേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ മഹാഭൂരിപക്ഷം പ്രേക്ഷകരുടെയും പ്രതികരണം ട്രംപിന് നേരെ അങ്ങനെ വധഭീഷണിയൊന്നുമല്ല. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലടക്കം കടുത്ത എതിർപ്പിനെ നേരിടുകയാണ്. ജനങ്ങളടക്കം ഈ യുദ്ധത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. ഇതിൽ നിന്നൊക്കെ തൽക്കാലം വിഷയം മാറ്റാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം എന്ന നിലയ്ക്ക് കൂടിയാണ്. എന്നാൽ ചിലരെങ്കിലും പറയുന്നു അങ്ങനെയല്ല, ചിലപ്പോൾ ട്രംപിന് നേരെ ഈ സമയത്ത് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ചെയ്തികളിൽ കടുത്ത എതിർപ്പുള്ള മനുഷ്യരൊക്കെ ഉണ്ട്. അവർ ചിലപ്പോൾ ആ തരത്തിലുമൊക്കെ ചിന്തിച്ചേക്കാം. ലോക ചരിത്രത്തിൽ അങ്ങനെ എത്രയെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതടക്കം ചൂണ്ടിക്കാണിച്ചു കൂടിയായിരുന്നു പലരുടെയും പ്രതികരണങ്ങൾ. എന്തായാലും വളരെ ഫലപ്രദമായ ഒരു ചർച്ചയായിരുന്നു നടന്നത് എന്നുകൂടി പറയാതിരിക്കാനാവില്ല. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.